ഞമ്മക്ക് വിചാരം നോക്കണ്ടില്ലട്ടോ. ഞാൻ ആ വിഷയം എന്തിനായിരുന്നു അവിടെ പറഞ്ഞത്? ലഹും ഫിദ്ദുനിയാ ഖിസ്യുൻ, അള്ളാഹുവിന്റെ ഖുർആനെതിരെ പറയുന്നവർക്ക് ദുന്യാവിൽ നിന്ദ്യതയുണ്ട് എന്ന് ആയത്തോതിയിട്ട് ഞാൻ സംസാരിച്ചു. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത്. നിങ്ങൾ കണ്ടില്ലേ ഫിറഔൻ? ഫിറഔൻ എന്ത് ചെയ്തു? ഫിറഔൻ മൂസാ നബി അലൈഹി ഇസ്ലാം ജനിക്കും എന്നൊരു, അതായത് ഫിറഔനിന് നാശമുണ്ടാകുന്ന ഒരു കുട്ടി ജനിക്കും എന്ന് കേട്ടപ്പോ ഫിറഔൻ എന്ത് ചെയ്തു? ഫിറഔൻ എല്ലാ കുട്ടികളെയും കൊല്ലാൻ നോക്കി, ആൺകുട്ടികളൊക്കെ കൊന്നു. എന്നിട്ടോ പക്ഷേ ആ ഫിറഔനെ കൊണ്ട് അള്ളാഹ് എന്ത് ചെയ്യിച്ചു? അല്ലാഹു തആല അവന്റെ കൊട്ടാരത്തിൽ വെച്ച് ഭക്ഷണവും വെള്ളവും കൊടുത്തിട്ട് പോരാ, സ്വന്തം ഉമ്മ മൂസാ നബിക്ക് മുല കൊടുക്കുക, ശമ്പളം ആ വകയിൽ ഫിറഔൻ കൊടുക്കുക. അള്ളാഹിന്റെ തീരുമാനം അങ്ങനെ ആ ഫിറഔൻ അള്ളാഹ് നിന്ദ്യനാക്കിയത്. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ആ ഫിറഔൻ അന്നേരം വിചാരിച്ചിട്ടുണ്ടോ ഇതെന്നെ കൊല്ലുന്ന ആളെയാ ഞാൻ പോറ്റുന്നത് എന്ന്? ഫിറഔന്റെ വിചാരം നമുക്ക് നോക്കണ്ടില്ല. സംഭവം ഉണ്ടായത് അങ്ങനെയാ. ഫിറഔന് നിന്ദ്യത ഉണ്ടായി. ഫിറഔൻ ശമ്പളം കൊടുത്തിട്ട് ഉമ്മാക്ക് മുല കൊടുക്കുന്ന വകയിൽ ശമ്പളം കൊടുത്ത്, ആർക്ക് മുല കൊടുക്കുന്ന വകയിൽ? ഫിറഔന്റെ നാശത്തിന് കാരണമാകുന്ന മൂസാ നബി അലൈഹി സ്വലാമിനെ. അണ്ടേ, അപ്പൊ അള്ളാഹ് ചെയ്യിക്കുന്ന പണിയാണ്. അപ്പൊ ഇവിടെ ഫിറഔൻ അല്ല, ഇവിടെ സെലഫിയാണ്. അപ്പോ സെലഫി ചവിട്ടരുത് എന്ന രൂപത്തിൽ ഇയാളെ കൊണ്ട് ചോദിച്ചു. അയാളെ വിചാരം എന്താ? വിചാരം ചിലപ്പോ സെലഫി വലിയ ആളാന്നായിരിക്കും, നമുക്ക് നോക്കണ്ടിയില്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ പോറ്റുമ്പോ ഫിറഔന്റെ വിചാരം എനിക്ക് ഭയങ്കര ഗുണം കിട്ടുമെന്നായിരിക്കും. പക്ഷേ സംഭവം ഉണ്ടായത് എന്താണ്? നാശാണ്. അതുപോലെ ഇയാൾ ഫിറഔൻ വിചാരിച്ച പോലെ വല്ല വിചാരം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. വിചാരം നമുക്ക് നോക്കണ്ടില്ല. പക്ഷെ അയാൾ തന്നെ ഇപ്പൊ പറഞ്ഞു അയാളെ വിചാരം. ഞാൻ അതുകൊണ്ട് വിചാരത്തിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. വിചാരത്തിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ എതിരായിട്ട് ഇയാളെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതുപോലെ വിചാരിച്ചിട്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സ്ഥലത്തിന്റെ ഉടമക്കടക്കം ബോധ്യപ്പെട്ടപ്പോൾ ആ ഉടമക്കടക്കം ഞാൻ പറഞ്ഞിട്ടില്ല. ജനങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നാ പറഞ്ഞത്. ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഞാൻ പറയാത്ത വാചകം എന്റെ പേരിൽ 3 കളവാ പറഞ്ഞു. സെൽഫി പറഞ്ഞ കളവാണ്, സെൽഫി പറഞ്ഞ 2 വാചകം കളവാണ്, ആലിയസം പറഞ്ഞു കളവാണ്. ഞാൻ പറഞ്ഞ വാചകത്തിൽ, ആ പറഞ്ഞ വാചകത്തിൽ എവിടെയും വല്ല കളവുണ്ടോ? അത് നമ്മൾ ആലോചിക്കണ്ടേ. ഇനി ഒന്ന് കേൾക്കണോ? ഞാൻ പറഞ്ഞ വാചകം ഫുള്ളായിട്ടൊന്ന് കേട്ടോളി. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കളവുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പിടിക്ക്. ആരെങ്കിലും ഒരാൾ പറയട്ടെ ഞാൻ പറഞ്ഞതിൽ കളവുണ്ട്. 100% കളവാണെന്ന് ആലിയസം പറഞ്ഞില്ലേ? 100% പോയിട്ട് അതിലൊരു 1% കളവ് കാണിക്കാൻ ആലിയസനും കഴിയില്ല, സെൽഫിയും കഴിയില്ല, ലോകത്തൊരു മുജാഹിദിനും കഴിയില്ല. ഒന്ന് വെച്ചോട്ടവനെ. മൗലവി വന്ന അന്ന് മുതൽക്ക് നാദാപുരം ടൗണിൽ ശ്രദ്ധേയമായൊരു സ്ഥലത്ത്, ഒരു മാന്യ വ്യക്തിയുടെ സ്ഥലത്ത് നിന്നാണ് പ്രസംഗിക്കാറ്. എല്ലാവർക്കും അറിയാം, ഇതിന്റെ തൊട്ടടുത്താണ്. അങ്ങനെ നമ്മളെ ഗ്രൗണ്ടിലാണ് മുജാഹിദീങ്ങൾ പലപ്പോൾ വണ്ടി വെക്കാറ്. നമ്മളതൊന്നും തടയാറില്ല. കാരണം അല്ലെങ്കിൽ റോട്ടും വരാ വെക്കുക, അപ്പൊ ഉള്ളതിൽ ശല്യമാവും മനുഷ്യന്മാർക്ക്, അല്ലെങ്കിൽ തന്നെ ശല്യമാണ്. അപ്പോ കുറച്ചങ്ങ് ശല്യം കുറയട്ടെ ഇവിടെ വെച്ചോട്ടെ എന്ന് വെക്കല. എന്നിട്ടോ അങ്ങനെ നിങ്ങളെ സ്വീകരിച്ച് ആനയിച്ച് നാദാപുരത്ത് വളരെ വില പിടിച്ച സ്ഥലം നിങ്ങൾക്ക് വേണ്ടി അനുവദിച്ചു തന്ന വ്യക്തി നിങ്ങളുടെ സ്ഥിരം ഗണ്ണനവും ചീത്ത പറയലും തെറി പറയലും കളവ് പറയലും കബളിപ്പിക്കലും തട്ടിപ്പുകളും അട്ടിമറികളും ഞാൻ ഓരോന്നോരോന്നായി ഇവിടെ കാണിച്ച് ഈ രാജ്യത്തും പരിസരങ്ങളിലുമുള്ള ജനങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളുകളിൽ മനസ്സിലായപ്പോ ഇനിമേലിൽ സെലഫി ചവിട്ടരുത് എന്ന രൂപത്തിൽ സ്ഥലം മുള്ളുവേലി കെട്ടി ബന്ധാക്കി, വേലി കെട്ടി ബന്ധാക്കി. നിഷേധിക്കാൻ കഴിയോ? എന്നിട്ടോ നാദാപുരത്തുകാര് നിങ്ങളുടെ ഇത്തരി പറച്ചൽ വേണ്ടാന്ന് തീരുമാനിച്ച്, അതുകൊണ്ട് എന്തായി? നാദാപുരത്ത് ഒരു സ്ഥലത്തും നിങ്ങൾക്ക് പരിപാടി വെക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ എവിടെ പോയി? ഒരു സ്ഥലമുണ്ട്, കള്ളുഷാപ്പും സിനിമാ ടാക്കീസും ജമാക്കി നടത്തിയ ചവറുകൾ കൊണ്ടുപോയി ഇടുന്ന ചവറായ ഒരു സ്ഥലം. അതിന്റെ പേരാണ് ചേറ്റുകെട്ടി. ആ ചവറ്റുകെട്ടി എന്ന് പറയുന്ന ചേറ്റുകെട്ടി എന്ന് പറയുന്ന സിനിമാ ടാക്കീസും കള്ളുഷാപ്പും നിന്ന സ്ഥലം, ആ സ്ഥലത്ത് മാത്രം ചേറ്റുകെട്ടി എന്ന സ്ഥലത്തിന്റെ പേര്. അതായത് ചവറുകൾ ഒലിച്ചു പോയിട്ട് തങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. ആ ചേറ് കെട്ടുന്ന സ്ഥലം, അതാ നാദാപുരത്തേറെ കുഞ്ഞോളാജിയ പറയും. അങ്ങനെ ചേറ് കെട്ടുന്ന സ്ഥലത്തേക്ക്, നാദാപുരം ടൗണിൽ നിന്ന് ചേറ് കെട്ടുന്ന സ്ഥലത്തേക്ക് നാദാപുരത്തുകാരൻ നിങ്ങളെ പറഞ്ഞയച്ചു. അതാണ് ഞാൻ എന്റെ ആദ്യത്തെ രണ്ടാം പ്രസംഗത്തിൽ പറഞ്ഞത്. നാദാപുരത്തുകാരൻ ഞങ്ങൾ മാന്യന്മാരാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇതാണ് മൗലവിമാരെ. അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അമ്പിയാക്കൾക്കെതിരെ
ഔലിയാക്കൾക്കെതിരെ, പള്ളിക്കെതിരെ, ദീനിനെതിരെ നീങ്ങുന്ന കക്ഷികളെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? ലഹും ഫിദ്ദുനിയാ ഖിസ്യുൻ വലഹും ഫിൽ ആഖിറതി അദാബുൻ അദീം. ലഹും ഫിദ്ദുനിയാ ഖിസ്യുൻ വലഹും ഫിൽ ആഖിറതി അദാബുൻ അദീം. ദുനിയാവിൽ അവർക്ക് നിന്ദ്യതയുണ്ട്, ദുനിയാവിൽ അവർ അന്തസ്സും അഭിമാനവും പോകും, ദുനിയാവിൽ അവർക്ക് നിന്ദ്യതയുണ്ട്. വലഹും ഫിൽ ആഖിറതി അദാബുൻ അദീം. അവർക്ക് ആഖിറത്തിൽ ഭയാനകമായ ശിക്ഷയും ഉണ്ട്. കേട്ടില്ലേ? അപ്പൊ നിങ്ങൾ നോക്ക്, ഇനി ഒന്നുകൂടി ഉണ്ട് മോനെ, കുറച്ച് ഭാഗം കൂടി ഉണ്ട് ആ വിഷയത്തിൽ. ഞാൻ പറഞ്ഞു അവിടെ ഒന്ന് കേൾപ്പിച്ചു കൊടുത്തേ. ഞാൻ പറഞ്ഞു ഫുള്ളായിട്ടും കേൾപ്പിക്കാം. ലഹും ഫിദ്ദുനിയാ ഖിസ്യുൻ. മൗലവിമാരെ കുറിച്ച് ആയത്ത് ലഹും ഫിദ്ദുനിയാ ഖിസ്യുൻ. അല്ലാഹുവിന്റെ കിതാബ് ദുർവ്യാഖ്യാനം ചെയ്യുന്ന കക്ഷികൾ അവർക്കുണ്ട് ദുനിയാവിൽ നിന്ദ്യതയുണ്ട്, ദുനിയാവിൽ നിന്ദ്യതയുണ്ട്. ദുനിയാവിലെ നിന്ദ്യതയാ കണ്ടത്. പ്രസംഗിച്ച സ്ഥലം മുള്ളുവേലി കെട്ടി തടഞ്ഞു വെച്ചില്ലേ, ചേറ്റുകെട്ടിയിലേക്ക് പോകേണ്ടി വന്നില്ലേ. വലഹും ഫിൽ ആഖിറതി അദാബുൻ അദീം. സലഫി തൗബ ചെയ്ത് നന്നായിക്കോ, അല്ലാഹുവിലേക്ക് മടങ്ങിക്കോ. മുജാഹിദിൽ പെട്ടുപോയ സാധാരണക്കാരാ ആഖിറം രക്ഷപ്പെടുത്താൻ വേണ്ടി തൗബ ചെയ്തു. വലഹും ഫിൽ ആഖിറതി അദാബുൻ അദീം. അത്തരം കക്ഷികൾക്ക് ആഖിറത്തിൽ ഭയാനകമായ ശിക്ഷയാണ് നബിയേ. ഓ സഹോദരന്മാരെ, അള്ളാന്റെ കിതാബ് ദുർവ്യാഖ്യാനം ചെയ്യുന്നവർക്ക് അള്ളാഹ് കൊടുക്കുന്ന അദാബുകൾ എന്തൊക്കെയാണെന്ന് ആർക്കറിയാം. ഇതില് ഏത് വാചകാണ് കളവ് എന്നാ പറയേണ്ടത്? 100% കളവെന്ന് പറഞ്ഞില്ലേ? ഏത് വാചകാണ് ഇതിൽ കളവ്? എന്നിട്ട് മൗലവി പറയാ പേരോട് ഇപ്പൊ സമ്മതിച്ചു, എന്നെ നാദാപുരത്തുകാര് ആദ്യം ആനയിച്ചു കൊണ്ടുവന്നു. മൂപ്പര് അപ്പൊ ആദ്യം മൂപ്പര് സമ്മതിക്കുന്നുണ്ട് ഈ നാട്ടുകാരനെ സ്വീകരിച്ച് ആനയിച്ച് നാദാപുരത്തിന്റെ കണ്ണായ ഹൃദയമായ ഒരു സ്ഥലത്ത് പരിപാടിയൊക്കെ നടത്തി. ഞാൻ പറഞ്ഞിട്ടുണ്ടോ നാദാപുരത്തുകാർ ആനയിച്ചു കൊണ്ടുവന്നു? ഞാൻ പറഞ്ഞിട്ടില്ല. അതും നിങ്ങൾ വെറുതെ ഉണ്ടാക്കുകയാണ്. സ്വീകരിച്ച് ആനയിച്ച് നാദാപുരത്തുകാരുണ്ടോന്ന് നാദാപുരത്തുകാരെ പറ്റി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് സ്വീകരിച്ച് ആനയിച്ച് വില പിടിച്ച സ്ഥലം അനുവദിച്ച വ്യക്തിനാ. വാണിമേൽക്കാരനായ ഈ ആലിയസൻ നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലേ? നിങ്ങൾ ആനയിച്ചിട്ടില്ലേ? ഇല്ലെങ്കിൽ ഇല്ല നിങ്ങൾ പറ. പിന്നെ വില പിടിച്ച സ്ഥലം നിയമം, വില പിടിച്ച സ്ഥലം എല്ലാം നിങ്ങൾ പറ, വില പിടിച്ച സ്ഥലം എല്ലാം നിങ്ങൾ പറ. അപ്പൊ നാദാപുരത്തുകാർ ആനയിച്ചു എന്ന് സ്വീകരിച്ചു ഞാൻ പറഞ്ഞിട്ടില്ല. അത് മൗലവി ഇല്ലാതെ ഉണ്ടാക്കി പറയാണ്. ഒന്നുകൂടി കേട്ടോളി. അങ്ങനെ നിങ്ങളെ സ്വീകരിച്ച് ആനയിച്ച് നാദാപുരത്ത് വളരെ വില പിടിച്ച സ്ഥലം നിങ്ങൾക്ക് വേണ്ടി അനുവദിച്ചു തന്ന വ്യക്തി, ഇതാ ഞാൻ പറഞ്ഞ വാചകം. അപ്പൊ രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. സ്വീകരിച്ച് ആനയിച്ച് വില പിടിച്ച സ്ഥലം അനുവദിച്ച വ്യക്തി, ഇത് സ്വീകരിച്ചും ആനയിച്ചും തന്നെ അല്ലേ അനുവദിച്ചത്? അത് അയാൾ എന്നെ പറയട്ടെ, വളരെ സന്തോഷപൂർവ്വം അനുവദിച്ചത് വെക്കുമോനെ. അല്ല, നാദാപുരത്തുകാർ സ്വീകരിച്ചു ആനയിച്ചു എന്നല്ല, ആ വ്യക്തിയാ സ്വീകരിച്ചത് ആനയിച്ചത്. അതിന് വെക്ക്. ഇനി അയാൾ സന്തോഷപൂർവ്വം കൊടുത്താണെന്ന് പറഞ്ഞത്. എന്റെ പേര് അലിയസൻ അലി എന്നാണ്. വാണിമേലാണ് എന്റെ സ്വദേശം. നാദാപുരല്ല. പിന്നെ ഇവിടെ പോയി നാദാപുരത്ത് ഹുസൈൻ സലഫിയോടൊക്കെ ഈ പ്രഭാഷണം നടന്ന സ്ഥലം താങ്കളുടെ സ്ഥലമാണ്, എന്റെ സ്ഥലമാണ്. ആ സ്ഥലം മുജാഹിദുകളുടെ പ്രഭാഷണത്തിന് നൽകാനുണ്ടായ ഒരു സാഹചര്യം അന്ന് ഫസ്റ്റ് ഹുസൈൻ സലഫി നാദാപുരത്ത് ഇങ്ങനെ ഒരു പരിപാടി വന്നപ്പോൾ അതിന് ബന്ധപ്പെട്ടവരെന്ത് ചെയ്തു, എന്നെ ഞാനായിട്ട് അന്വേഷിച്ചു സ്ഥലത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ആവശ്യപ്പെട്ടു. സ്ഥലം സന്തോഷമായി ഞാൻ കൊടുക്കുകയും ചെയ്തു. കണ്ടില്ലേ, സന്തോഷമായിട്ട് കൊടുത്താന്ന് അയാൾ പറഞ്ഞില്ലേ. എന്നാ ഇപ്പൊ അയാളെ ഹാലെന്താ? നിങ്ങളെ ഈ കളവും തട്ടിപ്പും വെട്ടിപ്പൊക്കെ ഞാൻ ജനങ്ങളെ ബോധ്യപ്പെടുത്തി പറഞ്ഞില്ലേ. ഇപ്പൊ അയാൾക്ക് ഈ ഖണ്ഡനത്തിൽ സന്തോഷമുണ്ടോ? അയാളെ നാവ് കൊണ്ട് പറയട്ടെ, വെച്ചു കൊടുക്കുമ്പോനെ താല്പര്യമില്ല, ഖണ്ഡന പരിപാടിക്ക് താല്പര്യമില്ല എന്ന് അയാൾ പറയട്ടെ. അവിടെ ഇങ്ങനെ ഒരു ഖണ്ഡന പരിപാടി നടക്കുന്നതിനെ പറ്റിയിട്ട് എന്താ നിങ്ങളെ അഭിപ്രായം? ഖണ്ഡന പരിപാടിയിൽ നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ആ സ്ഥലത്തിന്റെ ഉടമയാപ്പാ പറഞ്ഞത്. അപ്പൊ മൂപ്പർക്ക് ഖണ്ഡന പരിപാടി താല്പര്യമൊന്നുമില്ല, വലിയ താല്പര്യമൊന്നുമില്ല. അതിന്റെ താല്പര്യമില്ലാണ്ട് സന്തോഷപൂർവ്വം കൊടുത്തല്ലേനോ? ഖണ്ഡന അങ്ങ് നടന്നപ്പോഴല്ലേ അതിന്റെ സന്തോഷം അങ്ങ് പോയത്. അപ്പൊ കൊമ്പർക്ക് ഖണ്ഡന പരിപാടി താല്പര്യമൊന്നുമില്ല. എന്താ സംഗതി മൂപ്പര് നേരത്തെ എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞേ ആർക്കും മതിപ്പില്ലാന്നല്ലേ? എന്നാ നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഇയാള് പറയുന്നത് ഈ മുജാഹിദിന്റെ ഔദ്യോഗിക വിഭാഗമുള്ള സെൽഫിയൊക്കെ ആ വിഭാഗത്തോടെ ഇയാൾക്ക് മതിപ്പില്ല. എന്താ സംഗതി?
വളരെ മോശ സംസാരവും. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞുപോയ ആളുകൾ നടക്കുന്നു എന്തിന്? ഐക്യം വേണമെന്ന്. എന്തിനാ കൂട്ടരെ നിങ്ങൾക്ക് ഐക്യം? എന്തിനാണ് സുഹൃത്തുക്കളെ ഐക്യം? നിങ്ങൾ ആരോടാണ് ഐക്യപ്പെടുന്നത്? ആരുടെ പിന്നാലെ വരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സാക്ഷാൽ ഗുണ്ടകളുടെ മുമ്പിൽ വിളമ്പിയ മദ്യക്കുപ്പികൾ പെറുക്കി കൂട്ടാൻ വേണ്ടി വല്ലാതെ പാടുപെടേണ്ടി വന്ന ജരാനരകൾ ബാധിച്ച മസ്തിഷ്കം വറ്റി വരണ്ട ബഹുമാന്യനായ ഒരു ജനറൽ സെക്രട്ടറിയുടെ പിന്നിലേക്ക് വരാൻ നിങ്ങൾക്ക് മനസ്സാക്ഷിക്കുത്തില്ലേ? നിങ്ങൾക്കതിന് കഴിയുമോ? അതോ നിങ്ങൾ മുമ്പെഴുതിയ സ്പാനിഷ് കാളകളൊക്കെ ചത്തൊടുങ്ങിയോ? എന്താ ഇപ്പൊ അങ്ങോട്ട് വരാൻ ത്രപൂതി? നിങ്ങൾ പറഞ്ഞൊഴിവാക്കിയില്ലേ? ഖണ്ഡന മണ്ഡലങ്ങൾ നടത്തുന്ന സ്പാനിഷ് കാളകൾ എന്ന് പറഞ്ഞു പരിഹസിച്ചില്ലേ? ആ സ്പാനിഷ് കാനകളൊക്കെ ഇപ്പോ കൊമ്പൊടിഞ്ഞ് ചത്തുപോയോ? അതല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞില്ലേ മുന്നോട്ട് നീങ്ങുന്ന ഈ യുവസഞ്ചയത്തിന്റെ മുമ്പിലെ കീറാമുട്ടികളുണ്ട് ചിലരെന്ന്? ആ കീറാമുട്ടികളൊക്കെ ഇപ്പോൾ പോയോ? ജരാനരകൾ ബാധിച്ച് മസ്തിഷ്കം വറ്റി വരണ്ടു എന്ന് നിങ്ങൾ എഴുതിവിട്ട നേതാക്കന്മാരുടെയൊക്കെ മസ്തിഷ്കത്തിൽ ഇപ്പോൾ ചോരയും നീരും വന്ന് നിറഞ്ഞ് അവരുടെ നിരയൊക്കെ മാറി അവർ നല്ല കുണ്ടന്മാരായി തുള്ളിച്ചാടി നടക്കാൻ തുടങ്ങിയോ? എന്തേ നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങോട്ട് വരാനൊരു വലിയ താല്പര്യം? അതൊക്കെ വെറും ജാടയാണ്. ജാട എവിടെ വെച്ചാൽ മതി. അതുകൊണ്ട് ഔദ്യോഗിക പക്ഷത്ത് ഞാൻ നിൽക്കുന്നുണ്ട് എന്നല്ലാതെ എനിക്ക് ഒരു മതിപ്പില്ല എന്ന് വെച്ചെടുത്താ ഗ്രൂപ്പ് ഉണ്ടോ? പോയി കേട്ടില്ലേ? ഔദ്യോഗിക പക്ഷം തന്നെയാണ്. ഞാൻ അതിനോട് മതിപ്പുണ്ടായിട്ടൊന്നല്ല. പിന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അവരെടുത്ത് ഒരുപാട് തെറ്റുണ്ട്. അത് ബോധ്യപ്പെട്ടില്ലേ? അതിപ്പോ ആലിയസിനും ബോധ്യപ്പെട്ടില്ലേ? ഇനി നിങ്ങൾ കേട്ടോളി. അയാളോട് ഒരാൾ ചോദിക്കുന്നത് ഈ ഗണ്ണന പ്രസംഗം നടത്തി സെലഫിക്ക് വിജയുണ്ടോ? അയാൾ പറഞ്ഞില്ല. അത് കേട്ടോളി. അവിടെ പൊതുവെ പിന്നെ ഞാൻ ഈ ഗണ്ണന കേസൊരു കേൾക്കലില്ല. അവിടെ ഇങ്ങനെ ഇയാൾക്ക് വിജയമാണ്, അതുകൊണ്ട് സെലഫിക്കോ പേരോട് ആർക്ക് സെലഫിക്കാണ് വിജയം? അല്ലല്ല, അത് എത്രയോ പറഞ്ഞാൽ അയാൾ പറയുന്നത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് സെലഫിക്ക് പറയാൻ പറ്റും. ഇയാളൊന്നുമല്ലാത്ത രീതിയിൽ പറയും. അതായത് ആ പരാജയം അവിടെ ഉണ്ട്, ആധാരമുണ്ട്. കണ്ടോ? സെലഫിക്ക് പരാജയം ഉണ്ട് എന്ന് അയാൾ സമ്മതിക്കുന്നു. അപ്പൊ ഇത് കേട്ടിട്ട് അങ്ങനെയാണല്ലോ ബോധ്യപ്പെടല്. സെലഫിക്ക് വിജയം ഉണ്ടെങ്കിൽ ഇല്ലല്ല, അത് ശരിക്കും പറയും. ഇല്ലല്ല, ഒരിക്കലല്ല, തേക്കീതോടുകൂടിയാ പറയുന്നത്. ഇല്ലല്ല, അയാൾക്ക് പറയാൻ കഴിയുന്നില്ല എന്ന് വ്യക്തമായിട്ട് ഇയാൾ പറയുന്നു. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇയാള് പറയുന്നു ഞാൻ ഈ സംവാദം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ്. അത് കേട്ടോളൂ നിങ്ങൾ. സന്തോഷപൂർവ്വം അനുഭവിച്ച ആളെ ഇപ്പൊ എടി എത്തിയെന്നാ മനസ്സിലാക്കണ്ടേ? ഞാൻ ഈ സംഘാടകരോട് പലപ്പോഴും പറഞ്ഞതാണ്, ഇയാള് മുള്ളുവേലി കെട്ടി മുട്ടിച്ചത് എന്താന്ന് അയാളെ മനസ്സിലുള്ളത് അയാൾ പറയട്ടെ. ഞാൻ പറയൂ അയാളെ മനസ്സിലുള്ള. ഞാൻ എങ്ങനെ പറയാ? പറഞ്ഞേട്ടെ. എനിക്ക് പൊതുവെ ഈ സംവാദത്തിൽ ഞാൻ സംഘാടകരുമായിട്ട് നല്ല ബന്ധമുള്ള മനുഷ്യനാണ്. അപ്പൊ ഞാൻ അവരോട് നിരന്തരം പറയുന്നു അത് വെക്കരുതെന്ന് പറഞ്ഞിട്ട് ഉപദേശിച്ച് അത് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒരാളാകാം. കണ്ടോ? നിരന്തരം അയാൾ പറഞ്ഞാണ് ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ് പോലും അയാള്. അപ്പൊ അയാൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചായിരിക്കൂലേ കാണുന്നത്. എന്നിട്ട് എന്തിന് പേരോട് കളവ് പറഞ്ഞു എന്ന് ഇയാൾ പറഞ്ഞത്? ഇയാളെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടായിട്ട് ഇയാൾ മുഴുവൻ ഇപ്പൊ തുറന്നു പറഞ്ഞില്ലേ? മുഴുവൻ ഇയാൾ തുറന്നു പറഞ്ഞില്ലേ ഞാനിത് ഒഴിവാക്കണം വിചാരിക്കുന്ന ആളാണെന്ന് അയാൾ പറഞ്ഞില്ലേ? അതെ, അയാൾ എന്തായിന്നറിയോ? ആ പറയാം. ഇയാള് സംവാദമൊക്കെ നടന്നിട്ട് ഇപ്പടി എത്തിയറിയോ? ഇയാൾ ഇപ്പൊ പറയുന്നത് തറാവീഹ് 20 കച്ചാലും ഇല്ല, 8 കച്ചാലും ഇല്ല, അള്ളാഹ്ക്ക് നിൽക്കരിക്കുന്നില്ല, എത്രയായാലും എന്താ അത് കേട്ടോളി. അയാളിപ്പോ ഗണനാടി എത്തിയത്. കേട്ടോ? അള്ളാഹ്ക്ക് നിൽക്കരിക്കുന്നില്ല, 20 കച്ചാലും ഇല്ല, 30 കച്ചാലും ഇല്ല. എന്നാ ഒരു കാര്യം ചെയ്യാ, നാളെ നമുക്ക് സുബഹി ഒരു 7 റക്അത്ത് നിസ്കരിക്കുക. അള്ളാഹ്ക്ക് നിൽക്കരിക്കുന്നില്ല, രാവിലെ തന്നെ കുറഞ്ഞോണ്ടാ. പിന്നെ ജുമാ നിസ്കാരം ബാണിയലെ പള്ളിയിൽ ഇനി അങ്ങോട്ട് ഒരു 8 റക്അത്ത് ആയിക്കോട്ടെ. കാരണം അള്ളാഹ്ക്ക് നിൽക്കരിക്കുന്നല്ലേന്ന് എത്രയും നിസ്കരിച്ചൂടെ? സെലഫി ഖണ്ഡനം നടത്തിയിട്ട് ഇപ്പൊ എന്തായെന്ന് മനസ്സിലായെങ്കിൽ സന്തോഷപൂർവ്വം കൊണ്ടുവന്നിട്ട് മുജാഹിദീങ്ങളായ ഒരു ആലുമൊക്കെ നിങ്ങൾ. കാരണം സെലഫി എന്നെ പറഞ്ഞു കൊടുത്ത് എത്രയും നിസ്കരിക്കാൻ. അപ്പൊ എന്തായി? ഇപ്പൊ ഒന്നും അല്ലാണ്ടായി, ഇപ്പൊ മുജാഹിദും ഇല്ലാണ്ടായി. ഇപ്പൊ എത്രയും നിസ്കരിക്കാന്നുള്ളിടത്തിലാണ് ആലിയസൻ തന്നെ എത്തിയത്. ഹുസൈൻ സലഫിന്റെ പരിപാടി കൊണ്ട് നാദാപുരത്ത് പൊതുവെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവുകയും ഒരുപാട് ആൾക്കാർ മാറി ചിന്തിക്കാൻ ഒരുപാട് ആൾക്കാർ ഇവിടെ തയ്യാറാവുകയും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായി?
ഇപ്പൊ ഒന്നുമല്ലാണ്ടായി, ഇപ്പൊ മുജാഹിദും ഇല്ലാണ്ടായി. ഇപ്പൊ എത്രയും നിസ്കരിക്കാന്നുള്ളിടത്തിലാണ് ആലിയസൻ തന്നെ എത്തിയത്. അള്ളാഹ്ക്ക് നിസ്കരിക്കുന്നില്ല, എത്രയും നിസ്കരിക്കാം. നല്ല രസം ഉണ്ടാവും ഇനി അങ്ങോട്ട്. നിസ്കാരം എത്രയും നിസ്കരിക്കാം. സുബഹി ഒരു 7 റകഅത്ത്, മഗ്രിബ് ഒരു 15 റകഅത്ത്, അങ്ങനെ എത്ര അള്ളാഹ്ക്ക് നിസ്കരിക്കുന്നില്ല, എത്രയും നിസ്കരിക്കാം. നല്ല ജോറൻ ആയിട്ടുണ്ട് കേട്ടോ. അദ്ദേഹം തന്നെ പറയട്ടെ ഓരോ സംഗതികളും, ഇയാൾ തന്നെ പറയട്ടെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണേ, ഇപ്പൊ ഇതൊക്കെയും ഇയാൾ പറഞ്ഞല്ലേ, ഉടമ പറഞ്ഞല്ലേ, സ്ഥലത്തിന്റെ ഉടമ വേലിയെട്ടിയാൾ പറഞ്ഞല്ലേ ഇതൊക്കെ. അപ്പൊ അയാൾക്ക് ഇതിനോട് ഒരു മതിപ്പുമില്ല, അയാളെ പ്രസ്ഥാനത്തോട് ഇപ്പൊ മതിപ്പില്ല, സെലഫിക്ക് പരാജയാന്ന് അയാൾ പറയുന്നത്, ഗണ്ണനത്തിൽ താല്പര്യമില്ല എന്ന് അയാൾ പറയുന്നത്, നിസ്കാരം എത്രയായാലും കുഴപ്പമില്ല എന്ന് പറയുന്നത്, ഇതൊന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടി ഞാൻ സംഘാടകരോട് പലപ്പോഴും പറഞ്ഞാന്ന് അയാൾ പറയുന്നത്. പിന്നെ അയാൾ വേലിയിട്ടല്ലാണ്ട് എന്താ ചെയ്യാൻ? സുബ്ഹാനല്ലാഹ്. പിന്നെ അവരായിട്ട് ബന്ധം കൊണ്ട് ഉള്ള പ്രശ്നം അയാൾക്ക്. ഇതൊക്കെ കൂടി അയാളെ നാവ് കൊണ്ട് പറഞ്ഞില്ലേ. ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വാസ്തവത്തിൽ നേതാക്കന്മാർക്ക് വേണ്ടി മാത്രം അയാൾ പറഞ്ഞൊരു കളവാണ്. 100% കളവ് പറഞ്ഞു. ഇയാൾ നാവുകൊണ്ടല്ലേ ഇതൊക്കെ പറഞ്ഞത്. ഇനി ഞങ്ങൾക്കൊന്ന് കേൾക്കണം. സെലഫിന്റെ ഒരു ക്ലിപ്പുണ്ട്. സെലഫി പറയുന്നേ, മാന്യതയുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് ആ മാന്യനോട് പോയിട്ട് മാപ്പ് ചോദിക്കൂ. മാപ്പ് ചോദിക്കൂ സെലഫി. ആ മാന്യൻ ഞാനാ പറഞ്ഞു, ആ മാന്യനോട് പോയിട്ട് മാപ്പ് ചോദിക്കൂ സെലഫി. അയാളാ പറഞ്ഞത് ഈ പറഞ്ഞൊക്കെ. അയാളെ നാവുകൊണ്ട് അയാള് ഈ ടെലിഫോണിൽ വിളിച്ച് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞ വാചകങ്ങളായി കേൾപ്പിച്ചത്. പോയിട്ട് മാപ്പ് ചോദിക്കൂ സെലഫി. എന്നോടാ പറയുന്നത്, ഞാനാ മാപ്പ് ചോദിക്കേണ്ടത്? ഇനി അയാളെ നാവ് കൊണ്ടെന്ന് പറയട്ടെ. അന്ന് വെച്ചാ അവനെ സെലഫിന്റെ ക്ലിപ്പെന്ന് വെച്ചാ അദ്ദേഹം പറയട്ടെ ഇപ്പൊ എന്തേ വേലി കെട്ടിയതെന്നും ഇനി എന്താണ് അദ്ദേഹത്തിന്റെ തീരുമാനമെന്നുമൊക്കെ അദ്ദേഹം തന്നെ ഒന്ന് പറയട്ടെ. നിങ്ങൾ ആ ഇന്റർവ്യൂ ഒന്ന് കൃത്യമായി ശ്രദ്ധിക്കണം. അദ്ദേഹം തന്നെ ഒന്ന് പറയട്ടെ, അദ്ദേഹം തന്നെ ഒന്ന് പറയട്ടെടോ. തന്നെ എന്റെ നടത്തുന്നായിരുന്നു അവിടെ ഇതുവരെ നടത്തിയത്. പിന്നെ അത് പറഞ്ഞാൽ ഞാൻ ജീവിതത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഒരുപോലെ ഉണ്ടാക്കിയത്. അത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോ ഞാനത് ചെട്ടി മുടിച്ചതാണ്. ഇല്ല ആരും പരിപാടി നടത്തണ്ടെന്ന് വിചാരിച്ചിട്ട് അല്ലേ? ആരും പരിപാടി നടത്തണ്ടാന്ന് ചെയ്തതാണ് ഞാനത്. ആ സ്ഥലത്തിന്റെ ഉടമയാപ്പാ പറഞ്ഞത്. മനസ്സിലായില്ലേ സെലഫി? ഇപ്പൊ പറഞ്ഞ കേട്ടോ, ആരും പരിപാടി നടത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാ ഞാനത്. ഉടമ തന്നെ പറഞ്ഞില്ലേ സെലഫി? മാപ്പ് പറയൂ സെലഫി. ഇനി ഞാൻ പറഞ്ഞ എന്തായിരുന്നു? ഞാൻ പറഞ്ഞതിൽ കളവുണ്ടോ? അന്ന് വെച്ചോടുത്ത അവനെ നാദാപുരത്തുകാർ ടൗണിൽ നിങ്ങൾക്ക് സ്ഥലം തരാത്തോണ്ട് നിങ്ങൾ ചേറ്റിയെട്ടിലേക്ക് പോകേണ്ടി വന്നു. ശരിയല്ലേ? നാദാപുരത്തുകാർ നിങ്ങൾക്ക് സ്ഥലം തന്നിനോ? ചേറുകെട്ടുന്ന സ്ഥലത്തേക്ക്, നാദാപുരം ടൗണിൽ നിന്ന് ചേറുകെട്ടുന്ന സ്ഥലത്തേക്ക് നാദാപുരത്തുകാർ നിങ്ങൾ പറഞ്ഞയച്ചു അല്ലേ? നാദാപുരത്തുകാർ പറഞ്ഞയച്ചു, നിങ്ങൾ പോയിട്ടില്ലേ? പിന്നെ പറഞ്ഞേക്കാണ്ടാ പോയത്? അതെ, ഞാൻ പറഞ്ഞല്ലോ വാണിമേൽക്കാരൻ പറഞ്ഞയച്ചു എന്ന്. വാണിമേൽക്കാരൻ പറഞ്ഞയച്ചു എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്, നാദാപുരത്തുകാർ. കാരണം നാദാപുരത്ത് നിങ്ങൾക്ക് ഒരൊറ്റ സ്ഥലവും നാദാപുരത്തുള്ള ആളുകൾ ടൗണിൽ തന്നില്ല. ഒരു വാണിമേൽക്കാരൻ തന്നൊരു സ്ഥലം നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്, അയാളാണ് സ്വീകരിച്ചത്. അത് അയാളാണെങ്കിൽ വേലി കെട്ടി മുട്ടിച്ചു. നാദാപുരത്തുകാർ സ്ഥലം തന്നില്ല, നിങ്ങൾ ചേറ്റുകെട്ടിയിലേക്ക് പോയി. ചേറ്റുകെട്ടിന് ആ സ്ഥലത്തിന് മാത്രം പറയുന്ന സ്ഥലമാണ്, ചേറുകെട്ടുന്ന സ്ഥലത്തിന്. എന്നിട്ട് മൗലവി, ഞാൻ അത് പറഞ്ഞിട്ട് മൗലവി എന്ത് അറിയോ, ഈ പ്രാവശ്യം അഭിനയം സ്റ്റേജിൽ വന്ന് ചോദിക്കാനുള്ളൂ, ഈ നാട്ടിന് ചേറ്റുകെട്ടി എന്നാ പറയാ? മുപ്പര് ചോദിക്കുക, നാട്ടിന്റെ പേരല്ല മൗലവി, അതും മനസ്സിലായില്ല. ആ സ്ഥലത്തിന് മാത്രമുള്ള പേര് ചേറുകെട്ട്. നിങ്ങൾ നിന്ന സ്ഥലയില്ലേ അതിന്റെ പേരാ. നിങ്ങൾ സ്റ്റേജ് കെട്ടിയ സ്ഥലയില്ലേ ആ സ്ഥലത്തിന് സിനിമ ടാക്കീസ് കെട്ടിയ സ്ഥലം. അത് നിങ്ങൾ ചോദിച്ചു നോക്കുക ആൾക്കാരോട്. അവിടെ അങ്ങനത്തെ ചേറാ ഉണ്ടായാലും വണ്ടി തന്നെ. ഞാൻ ചോദിച്ചു നോക്കുക, നിങ്ങൾക്ക് അത് ചോദിക്കാനോ? ഇവിടെ സിനിമ ടാക്കീസ് നടന്ന സ്ഥലമായിരുന്നോ എന്ന് ചോദിച്ചുകൂടായിനോ സ്റ്റേജും വന്ന്? അത് ഞാൻ പറഞ്ഞില്ല, അത് ചോദിച്ചുകൂടായിനോ സസിയറോട്? അത് നാട്ടിന്റെ പേരല്ല. എന്നിട്ട് ആന്ന് മൂപ്പര് അതാരാ അതിനേക്കാൾ വലിയ കളവ് പറയുന്ന മൗലവിയാ തോന്നുന്നു മറുപടി അറിഞ്ഞ്, നാട്ടിന്റെ പേരല്ലത്, അത് ആ സ്ഥലത്തിന് മാത്രമുള്ള പേരാ, ചേറ് കെട്ടുന്ന സ്ഥലം, സിനിമ ടാക്കീസ് നടന്ന സ്ഥലം. ആ മൗലവിന്റെ അഭിനയം ഒന്ന് കാണിച്ചു കൊടുത്താ. ഇയാൾ ഇടക്കിടക്ക് പറയുന്നുണ്ട് മൗലവി ചേച്ചട്ടിയിലാ പോയത്. ഈ നാട്ടിന് ചേച്ചട്ടി എന്നാ പറയാ? നാട് ചേച്ചട്ടി എന്നാണല്ലോ പറയാ. പറഞ്ഞു കളവാ, അത് നാട്ടിന്റെ പേരല്ല, അത് ആ സ്ഥലത്തിന് മാത്രം പറയുന്ന പേര്. അത് ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു. എന്നാ അതെങ്കിലും ഒന്ന് കേട്ട് പഠിച്ചൂടെ? ഞാൻ കളവ് പറഞ്ഞില്ല. ഞാൻ കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന വാചകം കളവാണ് എന്ന് പറ, ഇന്ന വാചകം കളവാണെന്ന് പറ. ഞാൻ ഓരോന്നോരോന്നായി എന്റെ വാചകങ്ങൾ കേൾപ്പിച്ചു. അതിന് നിങ്ങളുടെ തന്നെ വാചകങ്ങൾ ഒരു തെളിവ് ഉദ്ധരിച്ചു. നിങ്ങളും നിങ്ങൾ ആലിയസനും പറഞ്ഞത്. സെലഫിനോട് പറയേണ്ട ചില വാചകങ്ങളുണ്ട്. സക്കരിയ പറഞ്ഞു അതൊന്ന് വെച്ചു കൊടുത്തെന്നാല്. സെലഫിനോട് സക്കരിയ പറഞ്ഞു, ഇതാണ് നോണ പറഞ്ഞ അങ്ങനെ ഉണ്ടാവും, നോണ പറയരുത്. ഇതാണ് നോണ പറഞ്ഞ അങ്ങനെ ഉണ്ടാവും, നോണ പറയരുത്.
അത് സക്കരിയക്ക് നല്ല അനുഭവല്ലേ ഇടമുട്ടത്തുനിന്ന് പൊളിഞ്ഞതല്ലേ. അവിടെ മൗലവിമാരെ നിങ്ങളെ പറ്റി ആദ്യം തന്നെ ഞങ്ങളെ നേതാവ് പറഞ്ഞിട്ടുണ്ട്. അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ ഞങ്ങളെ നേതാവ്. AP അബ്ദുൽ ഖാദിർ മൗലവി നിങ്ങളെ നേതാവ് എന്നല്ലേ മറ്റേ മൗലവി പറഞ്ഞത്? അല്ലേ അല്ലേ? കള്ളം പറയാ. ഞാൻ ഖുർആൻ ഓതുക, എന്നിട്ട് തുക്കല്ലിമാൻ ഞാൻ ഓതി എന്ന് കള്ളം പറഞ്ഞില്ലേ മൗലവി? അതുപോലെ എന്താണ് എന്ന സ്ഥലത്ത് എന്നത് സ്പീഡ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്നാ പറഞ്ഞത്. എന്നിട്ട് ഞാൻ വാഫുന്നാ പറഞ്ഞത് പച്ചക്കള്ളം പറഞ്ഞില്ലേ മൗലവി? ഞാൻ എത്ര കാണിച്ചു നിങ്ങൾ പറഞ്ഞ കളവ് ഓരോന്നോരോന്നായിട്ട് ഞാൻ എത്ര കാണിച്ചു. എന്നിട്ടോ ഓരോന്ന് കാണിച്ച പിന്നെ അതിനെ പറ്റി ഒന്നും മിണ്ടൂല. എത്ര കാണിച്ചു ഞാൻ, ഒന്നിനെ പറ്റി പിന്നെ പറയൂല. ഫൈൻ ട്രിബ്യൂണലൊക്കെ ഒന്ന് കാണിച്ചാ ചെരുപ്പ് എടുക്കുമെന്ന് പറഞ്ഞില്ലേ? എന്തോ എടുത്തോ ചെരുപ്പ്? ഞാൻ ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയം നിങ്ങൾക്ക് രസകരമായ ഒരു ക്ലിപ്പ് കേൾപ്പിക്കുകയാണ്. രസകരമായ ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഈ നാദാപുരത്ത് വന്ന് നമ്മുടെ മൗലവി വെല്ലുവിളിച്ചു. കൂട്ടുപ്രാർത്ഥനയാണ് വിഷയം. അങ്ങനെ സാദുൽ മആദ് എന്ന ഗ്രന്ഥം പൊക്കിപ്പിടിച്ച് ഞാനിവിടെ തെളിവുദ്ധരിച്ച് പ്രസംഗിച്ചിരുന്നു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് മൗലവി വലിയ ശബ്ദത്തിൽ വെല്ലുവിളിച്ച് സംസാരിച്ചു. ആ വെല്ലുവിളി നേരിട്ടുകൊണ്ട് ഞാൻ പിന്നീട് ഇവിടെ വെച്ച് സമയം മതിയാകാത്തതിനാൽ കുറ്റ്യാടിയിൽ വെച്ച് പ്രസംഗിച്ച് CD ഇറക്കി. ആയിരക്കണക്കിന് CDകൾ വിവിധ രാജ്യങ്ങളിലൊക്കെ വിതരണം ചെയ്യപ്പെട്ടു. ഇപ്പോൾ അങ്ങനെ ഇറക്കിയ 16 CDകൾ ഞാൻ പറഞ്ഞു അതിന് മറുപടി പറയൂല എന്നാണ് മൗലവി പറയുന്നത്. കാരണം അതിന് മറുപടി പറയാൻ സാധിക്കാത്തത് കൊണ്ടാണ് എന്ന് ഞാൻ മുമ്പ് ഉണർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഞാനിപ്പോൾ നിങ്ങളെ കേൾപ്പിക്കുന്നത്. അത് നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക. വളരെ നന്നായി മനസ്സിലാക്കേണ്ട വിഷയമാണ്. നന്നായി നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മോനെ ഒന്ന് വെച്ചു കൊടുത്താൽ മൗലവിന്റെ വെല്ലുവിളിയും പരിപാടിയൊക്കെ തെളിവ് പറഞ്ഞതൊന്ന് കേൾക്കട്ടെ. കേട്ടോ മൗലവിമാരെ, നിങ്ങളുടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പതാക വാഹകനെന്ന് നിങ്ങളെ മുജാഹിദ് സെന്ററിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിൽ പരിചയപ്പെടുത്തിയ ഇബ്നുൽ ഖയ്യിം, ആ ഇബ്നുൽ ഖയ്യിം ഇബ്നു തൈമിയയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് എഴുതുന്നു. എന്തായിരുന്നു? ലാ യഉമ്മു അബ്ദുൻ ഖൗമൻ ഫയഖുസ്സു നഫ്സഹു ബിദഅവത്തിൻ ദൂനഹും ഫഇൻ ഫഅല ഫഖദ് ഖാനഹും. ഒരാൾ ഇമാമത്ത് നിന്ന് നിസ്കരിച്ചിട്ട് ആ നിസ്കരിച്ചവൻ മഅ്മൂമിങ്ങളെ കൂട്ട് പ്രാർത്ഥന നടത്താതെ ഒറ്റക്ക് പ്രാർത്ഥിച്ചാൽ അവൻ മഅ്മൂമിങ്ങളെ വഞ്ചിച്ചവനായി എന്ന് പറഞ്ഞ ഹദീസ് ഉദ്ധരിച്ചിട്ട് നിങ്ങളെ നേതാവ് പറഞ്ഞ, ഞാൻ പറഞ്ഞതല്ല, പറയാണ്. ഹാദൽ ഹദീസു ഇൻദി ഫി ദുആഇ അല്ലദീ യദ്ഉ ബിൽ ഇമാമു ലിനഫ്സിഹി വലിൽ മഅ്മൂമീന. മഅ്മൂമിങ്ങൾക്ക് വേണ്ടിയും സ്വന്തം ശരീരത്തിന് വേണ്ടിയും ഇമാം ദുആ ചെയ്യുന്ന ദുആയെ സംബന്ധിച്ചാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. വയസ്തരികൂന ഫീക ദുആഇൽ ഖുനൂതി വനഹ്വിഹി. ഖുനൂത്തിന്റെ ദുആയിലും മറ്റു ദുആയിലും ഇമാമിന്റെ കൂടെ ആമീൻ പറഞ്ഞ് കൂടുകയാണ് വേണ്ടതെന്ന് നിങ്ങളെ ഇബ്നു തൈമിയ്യ അതാ പറയുന്നു. ഇബ്നുൽ ഖയ്യിം ഉദ്ധരിക്കുന്നു. അപ്പൊ ഖുനൂത്തും ഉണ്ടേ മൗലവിമാരെ, കൂട്ടുപ്രാർത്ഥനയും ഉണ്ടേ മൗലവിമാരെ. അത് ഈ കൂട്ടുപ്രാർത്ഥന നടത്തിയില്ലെങ്കിൽ, ഖുനൂത്ത് ഇമാമ് ഉറക്കെ മറ്റുള്ളവരെ കൂട്ടായിട്ട് ഓതിയിട്ടില്ലെങ്കിൽ ഫഖദ് ഖാനഹും, മഅ്മൂമിങ്ങളെ വഞ്ചിച്ച ഇമാമാണെന്ന് നിങ്ങളെ നേതാക്കന്മാർ എഴുതി വെച്ച കിതാബാണ് മൗലവിമാരെ. ഇതാണ് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞത്. അതിന് മൗലവി പറയുന്ന മറുപടികളാണ് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അയാൾ ആദ്യം തന്നെ ഒന്നാമത്തെ കളവ്, മൗലവിയുടെ കളവ് നമ്പർ 1 നോക്കിക്കോളൂ. അയാൾ പറയുന്നത് നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചല്ലേ അവിടെ പറയുന്നത് എന്ന് അയാൾ പറയും. നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചാണോ അവിടെ പറയുന്നത്? ഖുനൂത്തിന്റെ ദുആ പോലെയും അത് പോലോത്ത ദുആ പോലെയും എന്നാ പറഞ്ഞു. അത് പോലോത്ത ദുആ നിസ്കാരത്തിലുള്ളതാണോ? അല്ല. കാരണം അതിന്റെ ആദ്യത്തിൽ അദ്ദേഹം പറഞ്ഞ എന്താണ്? നിസ്കാരത്തിൽ ഏകവചനം കൊണ്ടല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദുആയും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നതന്നെ. അപ്പൊ നിസ്കാരത്തിലെ ദുആയെ സംബന്ധിച്ചല്ല ചർച്ച. അത് അതിന്റെ ആദ്യ ഭാഗം വായിക്കുന്ന ആർക്കും മനസ്സിലാകുന്നതാണ്. അതൊന്ന് വെച്ചു കൊടുക്കുമ്പോൾ പറ്റിച്ചതല്ലേ എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ മറുപടി പറയാം.
കിതാബിൽ നിങ്ങൾ വായിച്ച ഉദ്ധരണി അത് നിസ്കാരത്തിന്റെ ശേഷമുള്ള ഉദ്ധരണിയാണോ അതോ നിങ്ങൾ പറ്റിച്ചതല്ലേ ഈ ജനങ്ങളെ? ഇബ്നുൽ ഖയ്യിം ആ വാചകം ഉദ്ധരിക്കുന്നത് നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചല്ലേ? ഇബ്നുൽ ഖയ്യിം ആ വാചകം ഉദ്ധരിക്കുന്നത് നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചല്ലേ? അല്ല അല്ല, മൗലവിയാണ് മുജാഹിദുകളെ പറ്റിച്ചിട്ടുള്ളത്. മൗലവിയാണ് പറ്റിച്ചിട്ടുള്ളത്. നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചാണെന്ന് അവിടെയുമില്ല, ഒരു സ്ഥലത്തുമില്ല. മൗലവിയുടെ ജീവൻ പോകുന്നത് വരെ അത് തെളിയിക്കാനും സാധ്യമല്ല. ഖുനൂത്തിനെ സംബന്ധിച്ചും ഖുനൂത്ത് പോലെ ഇമാമും മഅ്മൂമീങ്ങളും നടത്തേണ്ടുന്ന മറ്റ് ദുആകളെ സംബന്ധിച്ചുമാണെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ അത് നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ച് മാത്രമാണെന്ന് എവിടെയെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉദ്ധരണി ഇബ്നുൽ ഖയ്യിമിൽ നിന്നെടുത്ത് ഉദ്ധരിക്കൂ മൗലവി, ഇബ്നു തൈമിയിൽ നിന്നെടുത്തൊന്ന് ഉദ്ധരിക്കൂ മൗലവി. മറിച്ച് ഇബ്നുൽ ഖയ്യിം വ്യക്തമായി അതിന്റെ മുന്നേ പറഞ്ഞു കഴിഞ്ഞു, വൽ മഹ്ഫൂദു ഫീ അദ്ഹിയതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി സ്വലാത്തി കുല്ലിഹാ ബിലഫ്ളിൽ ഇഫ്റാദി. നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ സർവ്വ ദുആകളും അതാ ഒറ്റക്കുള്ള പ്രാർത്ഥനയാണ്, കൂട്ടുപ്രാർത്ഥന അല്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇബ്നുൽ ഖയ്യിം ഇത് പറയുന്നത് തന്നെ. അത് മൂടി വെച്ചിട്ടല്ലേ മൗലവി മുജാഹിദുകളെ പറ്റിച്ചിട്ടുള്ളത്. പറ്റിക്കുന്നത് മൗലവിയാണേ മുജാഹിദേ. ഇനി കേട്ടോ സലഫി നുണ നമ്പർ 2. നിങ്ങൾ പറ്റിച്ചതല്ലേ ഇവിടെയുള്ള ജനങ്ങളോട്? ഇബ്നുൽ ഖയ്യിമിന്റെ സാദുൽ മആദ് എന്ന ഗ്രന്ഥത്തിൽ അത് പറയുന്നത് എവിടെയാണെന്ന് കൂടി പറയട്ടെ. ഇമാം നിസ്കാരത്തിൽ ദുആ ചെയ്യുന്ന അധ്യായത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ മൗലവി പറഞ്ഞതുപോലെ ഇമാം നിസ്കാരത്തിൽ ദുആ ചെയ്യുന്ന അധ്യായം, അങ്ങനെ ഒരു അധ്യായം തന്നെ സാദുൽ മആദിൽ ഇല്ല. ഇമാം നിസ്കാരത്തിൽ ദുആ ചെയ്യുന്ന അധ്യായം, അങ്ങനെ ഒരു അധ്യായം സാദുൽ മആദിൽ ഇല്ല. മറിച്ച് നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ സർവ്വ ദുആകളും ഏകവചനത്തിന്റെ വാചകം കൊണ്ടാണെന്ന് പറയുന്ന ഫസ്ലിൽ, ആ ഫസ്ലിലാണ് ആ ഹദീസ് കൊണ്ടുവരുന്നത് തന്നെ. നേരെ തിരിച്ചാണ് മൗലവി പറഞ്ഞത്. കളവാണ് മുസ്ലിമീങ്ങളെ, ഈ മൗലവി കള്ളം പറയുകയാണ് മുസ്ലിമീങ്ങളെ. ഞാനത് വായിച്ചു കേൾപ്പിച്ചില്ലേ? ഫസ്ലുൻ വൽ മഹ്ഫൂദു ഫീ അദ്ഇയതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സ്വലാത്തി കുല്ലിഹാ ബിലഫ്ളിൽ ഇഫ്റാദ്. നിസ്കാരത്തിലുള്ള മുഴുവൻ പ്രാർത്ഥനകളും ഏകവചനം കൊണ്ടുള്ള പ്രാർത്ഥനകളാണ്, കൂട്ടുപ്രാർത്ഥനയല്ല എന്ന അധ്യായത്തിലാണ് പറയും. അവിടെ ഇമാമിന്റെ പ്രാർത്ഥനയുടെ അധ്യായം എന്ന അധ്യായം തന്നെ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിൽ നടത്തിയ മുഴുവൻ പ്രാർത്ഥനകളും ഏകവചനം കൊണ്ടുള്ളതാണ്, കൂട്ടുപ്രാർത്ഥനയല്ല, നിസ്കാരത്തിന്റെ ഉള്ളിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്ന അധ്യായത്തിൽ അതുള്ളത്. എന്നിട്ട് നേരെ തിരിച്ച് പച്ചക്കള്ളം പറഞ്ഞതാണ് മൗലവി. ഇനി കേട്ടോളൂ മൗലവിയുടെ നുണ നമ്പർ 3. ഇബ്നുൽ ഖയ്യിം ആ ഉദ്ധരണി രേഖപ്പെടുത്തുന്നത് ഇമാമിന്റെ നിസ്കാര ശേഷമുള്ള ദുആ എന്ന അധ്യായത്തിലല്ല. അങ്ങനെ ഒരു അധ്യായം സാദുൽ മആദിൽ വേറെ വരുന്നുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കൂടെ കള്ളത്തരമാണെന്ന്? ഇപ്പോൾ തന്നെ മനസ്സിലാക്കി വെച്ചോളൂ പറഞ്ഞത് കള്ളത്തരമാണെന്ന്. എന്തുകൊണ്ടെന്നാൽ മൗലവി ലോകത്തിന്ന് വരെ അച്ചടിച്ചു വന്ന ഏതെങ്കിലും ഒരു സാദുൽ മആദിൽ നിങ്ങൾക്ക് അങ്ങനെ കാണിക്കാൻ കഴിയുമോ? ലോകത്തിന്ന് വരെ അച്ചടിച്ചു വന്ന വല്ല സാദുൽ മആദിലും
ഇബ്നുൽ ഖയ്യിമിന്റെ സാദുൽ മആദിൽ അങ്ങനെ ഒരു ഉദ്ധരണി അല്ലെങ്കിൽ അങ്ങനെ ഒരു അധ്യായം, എന്ത് അധ്യായം? ഇമാമിന്റെ നിസ്കാര ശേഷമുള്ള ദുആ എന്ന അധ്യായം, അങ്ങനെ ഒരു അധ്യായം വേറെ വരുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ മൗലവി. എവിടെ വരുന്നുണ്ട്? ഏത് കിതാബിൽ വരുന്നുണ്ട്? സാദുൽ മആദിൽ അങ്ങനെ ഒരു ബാബ്, ഒരു അധ്യായം, ഒരു ഫസില് മൗലവി കാണിച്ചു തന്നാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി കയ്യിന്റെ അടിയിൽ രോമം പറിച്ചു തരും കേട്ടോ. ഇത് ശുദ്ധ നുണയാണ് മുസ്ലിമീങ്ങളെ, തർക്കമില്ലാത്ത നുണ. എന്നിട്ട് കള്ളത്തരമല്ലേ എന്ന് മൂപ്പര് ചോദിക്കുന്നുണ്ട്. ശരിയാണ്, മൂപ്പര് പറയുന്നത് കള്ളത്തരം തന്നെയാണെന്ന് ഇതാ വെളിച്ചത്തായിരിക്കുന്നു. സാദുൽ മആദിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഇമാമിന്റെ നിസ്കാര ശേഷമുള്ള ദുആ അങ്ങനെ ഒരു അധ്യായമേ ഇല്ല, ഇല്ലേ ഇല്ല. ഇനി കേട്ടോ, അടുത്തത് മൗലവിയുടെ നുണ നമ്പർ 4. അതൊന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ മറുപടി പറഞ്ഞുതരാം. വെച്ചോട്ടവനെ സാദുൽ മആദ് എന്ന കിതാബിൽ ഇമാം നിസ്കാരത്തിന്റെ ശേഷം ചെയ്യേണ്ടുന്ന മര്യാദകൾ, ദിക്ർ ദുആകൾ, അത് ശേഷം തന്നെ വേറെ അധ്യായമായിട്ടുണ്ടേ മുസ്ലിയാക്കളെ. അങ്ങനെ ഒരു അധ്യായം ഇല്ലേ മുജാഹിദുകളെ? അങ്ങനെ ഒരു അധ്യായം ഇല്ലേ സലഫികളെ? ഉണ്ടോ? ഉണ്ടോ? സെലഫിയുടെ സീഡിയും എടുത്ത് കറങ്ങുന്ന ഓരോ മുജാഹിദിന്റെ യുവ പ്രവർത്തകനോടും ചോദിക്കുന്നു, വയസ്സുള്ള പ്രവർത്തകരോടും ചോദിക്കുന്നു, MSകാരനോട് ചോദിക്കുന്നു, ISMകാരനോട് ചോദിക്കുന്നു, KNMകാരനോട് ചോദിക്കുന്നു. അങ്ങനെ ഈ മൗലവി പറഞ്ഞ പോലുള്ള ഒരു അധ്യായം, ഇമാം നിസ്കാരത്തിന്റെ ശേഷം ചെയ്യേണ്ട മര്യാദകൾ, ദിക്ർ ദുആകൾ, അങ്ങനെ ഒരു അധ്യായം സാദുൽ മആദിൽ വേറെ ഉണ്ടേ മുസ്ലിയാക്കളെ എന്നല്ലേ നിങ്ങളെ സലഫി പറഞ്ഞത്? അങ്ങനെ ഒരു അധ്യായം ഓ മുജാഹിദേ, സലഫി എന്റെ മുന്നിൽ വരുന്നില്ല. നിങ്ങൾ മുജാഹിദിന്റെ ആളുകൾ, പ്രവർത്തിക്കുന്ന ആളുകളോട് ഞങ്ങളുടെ പ്രവർത്തകന്മാര് ആൺകുട്ടികളെ പോലെ ചോദിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, സാദുൽ മആദിൽ അങ്ങനെ ഒന്ന് കാണിച്ചു തരാമോ? നിങ്ങളെ മൗലവി പറഞ്ഞ 4 നുണകളാണ് ഞാനിപ്പോൾ ഉദ്ധരിച്ചത്. ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാമോ? കാണിച്ചു തരാമോ? ഇനി നിങ്ങൾക്ക് മൗലവി പറയുന്ന കളവുകളെ സംബന്ധിച്ച് ഈ ഹുസൈൻ സലഫിയുടെ നുണസീഡികൾ, അങ്ങനെ തന്നെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന ആ നുണവിഴുങ്ങികൾ ഇല്ലേ? ആ നുണവിഴുങ്ങികളോട് ഞാൻ പറയുകയാണ്, അണ്ണാക്ക് തൊടാതെ നിങ്ങൾ സലഫിയുടെ നുണകൾ വിഴുങ്ങണം. അങ്ങനെ വിഴുങ്ങുന്ന നുണവിഴുങ്ങികളോട് ഞാൻ പറയാൻ ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് കാണിക്കൂ. സാദുൽ മആദിൽ ഈ പറഞ്ഞതുപോലെ ഒന്ന് കാണിക്കൂ. ഇനി നിങ്ങൾ അണ്ണാക്ക് തൊടാവുന്ന രൂപത്തിൽ തന്നെ വിഴുങ്ങാൻ ഞാനൊരു ഗുളിക തരാൻ പോവാൻ. അതെന്താ ഗുളിക? അത് മൗലവി പറയുന്നു. എന്താ മൗലവി പറയോ? നിങ്ങൾ കേട്ടില്ല? ഉണ്ടേ മുസ്ലിയാക്കളെ എന്നയാൾ പറയും. നിങ്ങൾ കേട്ടില്ലേ? എന്നാ ആ മനുഷ്യൻ അയാളെ നാവുകൊണ്ട് എന്നെ നാദാപത്ത് പറയുന്നത് മുസ്ലിയാക്കളെ എന്ന് ജമ്മാക്കിയിട്ട് ഞാൻ പറയുന്നില്ല, മുസ്ലിയാരോടാ പറയുന്നത്. മുസ്ലിയാക്കളെ എന്ന് വിളിച്ച ഇയാൾ പറയുന്നത് മുസ്ലിയാക്കളെ എന്ന് ജമ്മാക്കിയിട്ട് ഞാൻ പറയുന്നില്ല, ഞാൻ മുസ്ലിയാരോടാണ് പറയുന്നത്. അതൊന്ന് കേട്ടോളികൾ അയാളെ പറയുന്നത്. കളവ് നമ്പർ 5. മുസ്ലിയാക്കളെ ജമ്മാക്കിയിട്ട് ഞാൻ പറയുന്നില്ല, മുസ്ലിയാരോടാ പറയുന്നത്. കേട്ടില്ലേ? മുസ്ലിയാക്കളെ ജമ്മാക്കിയിട്ട് ഞാൻ പറയുന്നില്ല, മുസ്ലിയാരോടാ പറയും. എന്നാ അയാൾ മുസ്ലിയാക്കള് എന്ന് ജമ്മാക്കിയിട്ട് ഞാൻ പറയുന്നില്ല എന്നും അതേ സമയത്ത് ഉണ്ടേ മുസ്ലിയാക്കളെ എന്ന് പറയുന്നു. ഒന്നായിട്ടൊന്ന് കേട്ടോളി, വിഴുങ്ങാൻ നല്ല. അങ്ങനെ മുസ്ലിയാക്കളെ ജമ്മാക്കിയിട്ട് ഞാൻ പറയുന്നില്ല, മുസ്ലിയാക്കളെ ജമ്മാക്കിയിട്ട് ഞാൻ പറയുന്നില്ല, ഉണ്ടേ മുസ്ലിയാക്കളെ, ഉണ്ടേ മുസ്ലിയാക്കളെ. മനസ്സിലായില്ലേ എന്താണ് നമ്മള് സലഫി നുണവീരൻ? ഇനി കേട്ടോളൂ മൗലവിയുടെ അടുത്ത നുണ. മൂപ്പര് പറയുന്നു, ഈ ഹദീസിന് ഇബ്നുൽ ഖയ്യിമും ഇബ്നു തൈമിയും പറഞ്ഞ വിവരണവും അത് തെളിവാവൂല. എന്താ തെളിവാത്തതിന്റെ കാരണം? ഇത് അധ്യായം വേറെയാണ്. വേറൊരു അധ്യായത്തിൽ പറഞ്ഞാൽ തെളിവല്ലാതിരിക്കോ? ഒരു സംഗതി അധ്യായം മാറിയാൽ, ഉദാഹരണത്തിന് ഞാൻ പറയാം, നിങ്ങൾ കേട്ടുള്ളൂ, ഹൈലിനെ സംബന്ധിച്ച് പറയുന്ന, മെൻസസിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായത്തിൽ തലാഖ് ചൊല്ലുന്നതിന്റെ ഒരു മസല പറഞ്ഞു. എന്നാൽ
അതുകൊണ്ട് തലാഖിന്റെ അധ്യായത്തിലല്ല പറഞ്ഞുകൊണ്ട് തലാഖ് പോകില്ലാൻ തരുമോ? അധ്യായം ഏതായാലും സംഗതി നടക്കൂലേ? അപ്പൊ ഓനെ പറയുന്നത് അധ്യായം വേറെ അധ്യായത്തിലാണ് പറഞ്ഞത്, അതാ മൂപ്പര കാര്യമായ തെളിവ്. അതിനാണ് ഇനി ഞാൻ സാദുൽ മആദ് വെച്ചിട്ട് തെളിവ് പറയാൻ വന്നത്. വിസർജന സമയത്ത് ഖിബ്ലക്ക് മുന്നിടലും പിന്നിടലും ഹറാമാണ്. ഇതെവിടെയാ പറയുന്നത്? വിസർജനത്തിന്റെ മര്യാദകൾ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി സാദുൽ മആദിൽ പറയുന്നതിന്റെ 120 പേജുകൾക്ക് മുമ്പ് കിതാബിന്റെ തുടക്കത്തിൽ അല്ലാഹുവിന്റെ ഏകത്വത്തെ സംബന്ധിച്ചും അല്ലാഹ് ചില സംഗതികൾക്ക് കൊടുത്ത പ്രത്യേകതകളെ സംബന്ധിച്ചും പറയുന്ന സ്ഥലത്താണ് ഈ വിസർജിക്കുമ്പോൾ ഖിബ്ലക്ക് മുന്നിടൽ ഹറാമാണെന്ന മസ്അലയും നിയമവും പറയുന്നത്. ഇയാളെ കണക്കിന് എങ്ങനെ അറിയോ? അത് ഖലാഉൽ ഹാജത്തിന്റെ അധ്യായത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ, വിസർജനത്തിന്റെ അധ്യായത്തിൽ അത് പറഞ്ഞിട്ടില്ലല്ലോ. അത് അള്ളാന്റെ മഹത്വവും അള്ളാഹ് മഹത്വം കൊടുത്തതിന്റെ മഹത്വവും പറയുന്ന സ്ഥലത്തല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഹറാമാണെന്ന് വരൂല എന്നായിരിക്കും മൗലവിന്റെ കണ്ടുപിടുത്തം. നിഷേധിക്കാൻ കഴിയോ? ഖിബ്ലക്ക് മുന്നിടൽ ഹറാമാണ് വിസർജിക്കുന്ന സമയത്ത് എന്ന നിയമം അത് പറഞ്ഞത് വിസർജനത്തിന്റെ അധ്യായത്തിലാണോ അല്ല മറ്റു അധ്യായത്തിലാണോ? മൗലവി ഗണ്ണന പ്രസംഗമാണിത്. ഇത് പേരോടിനോടുള്ള ഗണ്ണന പ്രസംഗമാണ്. അതുകൊണ്ട് സ്റ്റേജിൽ കയറി വിവരക്കേട് പറഞ്ഞാൽ ഓ മൗലവിമാരെ, നിങ്ങൾ മുഴുവനും പ്രതിക്കൂട്ടിലാണ് കേട്ടോ. ഓ മുജാഹിദുകളെ, ഇദ്ദേഹത്തിന്റെ സീഡിയും എടുത്തിട്ട് റോമാന്തരം കയറിയിറങ്ങുന്ന മുജാഹിദേ, വീടാന്തരം കയറിയിറങ്ങുന്ന മുജാഹിദേ, നിങ്ങൾ മുഴുവനും പ്രതിക്കൂട്ടിലാണ് കേട്ടോ. ഞങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ ഉമ്മമാര്, സുന്നത്ത് ജമാഅത്തിന്റെ ചുണക്കുട്ടികൾ നിങ്ങളോട് ചോദിക്കും, ഈ സാദുൽ മആദിൽ നിങ്ങൾ ഈ പറഞ്ഞ വിവരക്കേട് മുഴുവനും അവരെ ജനങ്ങൾ അറിയട്ടെ. നിങ്ങളോട് അവർ ചോദിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മറുപടി അവരോടെങ്കിലും ഒന്ന് പറയൂ മുജാഹിദേ. ഞാൻ ചോദിക്കുന്നത്, എന്റെ മുന്നിൽ വരാൻ, ഈ കിതാബുകൾ പരിശോധിക്കാൻ മുജാഹിദുകളുടെ കൂട്ടത്തിൽ ആൺകുട്ടികളുണ്ടോ എന്ന് തന്നെയാണ് ഞാൻ നാദാവൃത്തി ചോദിച്ചത്. ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്നു, ഈ കിതാബ് എന്റെ മുന്നിൽ വന്ന് ഈ വിഷയത്തിൽ പരിശോധിക്കാൻ നിങ്ങളെ കൂട്ടത്തിൽ ആൺകുട്ടികൾ ഉണ്ടോ എന്ന് തന്നെയാ ഇപ്പോൾ ചോദിക്കുന്നത്. മൂപ്പര് ഒരിക്കൽ പറയുന്നുണ്ട്, എന്തേ പണ്ടേ പോലെ ഫലിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പണ്ടേതായാലും ഫലിച്ചിട്ടുണ്ട് എന്ന് ഉറച്ചല്ലോ. ഇതുവരെ ഏതായാലും മൗലവിക്ക് ഫലിച്ചു എന്ന് ഉറച്ചല്ലോ. ഇനി ഫലിക്കുന്നതാ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും മനസ്സിലാക്കി വെച്ചോ മൗലവി. മൂപ്പര് പറയാണ്, അതിന് നല്ല മറുപടി അങ്ങ് കൊടുത്ത് ഞാൻ സെലഫിയെ ആൺകുട്ടികളുണ്ടോ വരാനാണ് ചോദിച്ചേ. അതിന് മൂപ്പരെന്താ മറുപടി അറിഞ്ഞോ? ആൺകുട്ടികൾ ഉണ്ട്, വരാനല്ല. പിന്നെ ആൺകുട്ടികൾ ഉണ്ട് ഞാൻ നല്ല മറുപടി അങ്ങ് കൊടുത്ത്, വരാനില്ല. ആൺകുട്ടികൾ ഉണ്ട്. അതൊന്ന് വെച്ചു കൊടുത്താവനെ. മൂപ്പര് ഭയങ്കര ആവേശത്തിലാ വെല്ലുവിളിച്ചത്. സാദുൽ മആദ് പൊക്കി പിടിച്ചപ്പോഴേക്ക് ആൺകുട്ടികളുണ്ടോ വരാന്നൊക്കെയാണ് പറഞ്ഞ് നമ്മളതിന് നല്ല മറുപടിയാണ് കൊടുത്ത് ആൺകുട്ടികൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചത് ആൺകുട്ടികൾ ഉണ്ട് എന്ന് പറയാമോ എന്നല്ല, ആൺകുട്ടികൾ എന്റെ മുന്നിൽ വന്ന് കിതാബ് വായിച്ച് പരിശോധിക്കാറുണ്ടോ എന്നാ ചോദിച്ചത്. ഞാൻ പറഞ്ഞ വാചകം അത് നിങ്ങൾ എന്റെ വാക്കിൽ നിന്നൊന്ന് കേട്ടോളൂ എന്ന് വെച്ചോടുക്ക്. കിതാബ് പരിശോധിക്കാൻ വിളിക്കുന്നു സർവ മൗലവിമാരെയും. ഗണ്ണന പ്രസംഗം എന്ന് പറഞ്ഞ് ആളുകളോട് തോന്നിവാസം പറഞ്ഞാ പോരാ, എന്റെ മുന്നിൽ വന്ന് കിതാബ് വായിക്കാൻ തയ്യാറാകണം, എന്റെ മുമ്പിലിരിക്കാൻ തയ്യാറാകണം. ഇല്ലെങ്കിൽ ഇനിമേലിൽ തോന്നിവാസം പറയരുത് കേട്ടോ. കണ്ടില്ലേ, എന്റെ മുന്നിൽ വരാൻ തയ്യാറാകണം, കിതാബ് പരിശോധിക്കാൻ തയ്യാറാകണം, വായിക്കാൻ തയ്യാറാകണം എന്നാണ് ഞാൻ പറഞ്ഞത്. നീ മൗലവിന്റെ മറുപടി എന്താണ്? നിങ്ങളെ മുന്നിൽ വരുന്നല്ല, കിതാബ് വായിക്കുന്നല്ല, പരിശോധിക്കുന്നല്ല, ആൺകുട്ടികളുണ്ട്. അതാണ് മൂപ്പര മറുപടി. ഈ എനിക്ക് കേട്ടോളി, ചില സംഗതിയെല്ലാം മറുപടി മൂപ്പരാ പറയാ എനിക്ക് വേണ്ടി. അങ്ങനെ മൂപ്പര എനിക്ക് വേണ്ടി എന്റെ മറുപടി അറിയുന്നൊന്ന് കേട്ടോളി. എന്തേ കാണാഞ്ഞത്? എന്തേ ആ കിതാബ് വായിക്കാൻ കാണാഞ്ഞത്? എന്തേ ആ കിതാബ് വായിക്കാൻ കാണാഞ്ഞത്? മൗലവി തയ്യാറാകാത്തത് കൊണ്ടല്ലേ. അതുകൊണ്ട് മൗലവി തയ്യാറാകി. സാദുൽ മആദ് എന്റെ മുന്നിൽ വെച്ച് വായിക്കാൻ തയ്യാറാവുക, എന്റെ മുന്നിൽ പരിശോധിക്കാൻ തയ്യാറാവുക. ഞാൻ എന്തിന് ഭയപ്പെടണം? ഞാൻ വീരപ്പനൊന്നുമല്ല, ഞാൻ ഒന്നും ചെയ്യൂല. നിങ്ങൾ എന്റെ മുന്നിൽ വരിക, കിതാബ് വായിക്കുക, അർത്ഥം പറയുക, അതേ വേണ്ടുള്ളൂ. ഇനി അല്ലെങ്കിൽ നമ്മൾ രണ്ടു കൂട്ടരും കൂടി ഒരു സ്ഥലം നിശ്ചയിക്കാം. മൗലവി സൗകര്യമുള്ള ഒരു പൊതുസ്ഥലം എവിടെ പറഞ്ഞാലും, ഇനി അതിന് വിഷമം വേണ്ട, കോഴിക്കോട് കടപ്പുറത്തായിക്കോട്ടെ, അല്ലെങ്കിൽ നാദാപുരത്തായിക്കോട്ടെ, എവിടെയാലും തർക്കമില്ല. ഇനി മൗലവി കട്ടുപ്പാറയാണെങ്കിൽ ഏറ്റവും സന്തോഷമായി. എന്നിട്ട് നമ്മളൊന്ന് പരിശോധിക്കുക. അത്
അതിനുണ്ടോ എന്ന് ചോദിച്ചാൽ ആൺകുട്ടികൾ എവിടെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചത് കേട്ടോ. ഇനിയുണ്ട് മൂപ്പര് ഇനി ഇൻഷാ അല്ലാഹ് പറയുന്നു. അത് ഞാൻ ശരിക്കും മാഷാ അല്ലാഹ് ആക്കിത്തരാം. നിങ്ങൾ ആ വഞ്ചന നടത്തിയതും നിങ്ങൾ ആൺകുട്ടികളുണ്ടോ, ഞങ്ങൾക്ക് പെണ്ണുങ്ങളെ പറ്റൂല ആണുങ്ങളുണ്ടോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ വെല്ലുവിളിച്ച രംഗവും ഇവിടെ കാണിക്കാൻ പോകുന്നു. നിങ്ങളുടെ ആ തട്ടിപ്പ് ഇവിടെ വെളിച്ചത്താക്കാൻ പോകുന്നു ഇൻഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. മൗലവിന്റെ തട്ടിപ്പ് മൗലവി ആ ക്ലിപ്പിങ് വെക്കുമ്പോ മാഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ശരിക്കങ്ങ് വ്യക്തമാവും. ഞാൻ ചോദിച്ചത് ആൺകുട്ടികളുണ്ടോ എന്നല്ല, ആൺകുട്ടികളുണ്ടോ നിങ്ങളെ കൂട്ടത്തിൽ കിതാബ് പരിശോധിക്കാൻ എന്നാണെന്ന് ശരിക്കങ്ങ് വെളിച്ചത്താവും. അതുകൊണ്ട് വെക്കൂ മൗലവി വെക്കൂ. കൊടുത്ത മറുപടിയും അന്ന് അയാൾ പറഞ്ഞതും അതിന് കൊടുത്ത മറുപടിയും നിങ്ങൾ ഒന്നുകൂടി കേട്ടോളൂ. പറഞ്ഞിട്ടില്ല അതുപോലെ ഞങ്ങളെ ഇബ്നുൽ ഖയ്യിം പറഞ്ഞിട്ടില്ല എന്നൊന്ന് നിഷേധിക്കൂ. ആൺകുട്ടികളുണ്ടോ നിങ്ങളെ കൂട്ടത്തിൽ? പെണ്ണിനെ കുറിച്ച് ഞാൻ ചോദ്യമില്ല. നിങ്ങൾക്ക് പെണ്ണ് പറ്റും, എനിക്കത് പറ്റില്ല. ആൺകുട്ടികളുണ്ടോ എന്റെ മുമ്പിൽ വന്ന് കിതാബ് പരിശോധിക്കാൻ? ആൺകുട്ടികളുണ്ടോ എന്ന് ചോദിക്കുന്നത് എന്തിന്? ഇത് പരിശോധിക്കാൻ. ആൺകുട്ടികളുണ്ടേ, ആൺകുട്ടികളുണ്ടേ. തിരിച്ചൊന്ന് കണ്ടോ, തിരിച്ചൊന്ന് ചോദിക്കട്ടെ എന്നാ പിന്നത്തെ വാചകം. പരിശോധിക്കാൻ മൂപ്പര് പറയുന്നില്ല. ആൺകുട്ടികളുണ്ടേ, ആൺകുട്ടികളുണ്ടേ. പരിശോധിക്കാൻ മൂപ്പര് സമ്മതിക്കുന്നില്ല. ഇവര് പറയുക ആൺകുട്ടികളുണ്ടേ, തിരിച്ചൊന്ന് ചോദിക്കട്ടെ എന്നാ മൂപ്പര് തിരിച്ചൊന്ന് ചോദിക്കട്ടോ? ചോദിക്കട്ടെ, തിരിച്ചൊന്ന് ചോദിക്കട്ടെ, പേരോടിനോട് ചോദിക്കട്ടെ. ആൺകുട്ടികളുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? നിങ്ങൾ ഉയർത്തി കാണിച്ച സാദുൽ മആദ് എന്ന ഗ്രന്ഥത്തിൽ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ ഉദ്ധരിച്ച വാചകം ഇമാം നിസ്കാരത്തിന്റെ ശേഷം തിരിഞ്ഞിരുന്നിട്ട് നടത്തുന്ന പ്രാർത്ഥനയെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് തെളിയിക്കാൻ ആൺകുട്ടികളുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? ആയിരക്കണക്കിന് ആൺകുട്ടികളുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. തെളിയിക്കാൻ ഞാൻ തന്നെ ഉണ്ട് കേട്ടോ. നിങ്ങളെ പോലെ ആൺകുട്ടി ഉണ്ടെന്ന് മാത്രമല്ല പറയുന്നത്, തെളിയിക്കാൻ ആൺകുട്ടിയായി പാവപ്പെട്ട ഞാൻ തന്നെയുണ്ട്. തെളിയിക്കാൻ ഈ പാവപ്പെട്ട ഞാൻ തന്നെയുണ്ട്. ഇവിടെ വെച്ച് തന്നെ തെളിയിച്ച് തരുന്നുമുണ്ട്. ശരിക്കും മനസ്സിലാക്കി വെച്ചോ. ഇനി മൗലവിക്കുണ്ട് ഒരു രണ്ടാമത്തെ വെല്ലുവിളി, പുതിയ വെല്ലുവിളി. ആ ഹാദിസായ വെല്ലുവിളി ഒന്ന് വെക്ക്. സാദുൽ മആദ് ഇപ്പോഴും ചോദിക്കാണ്. നിങ്ങൾ ഉയർത്തി കാണിച്ച സാദുൽ മആദിനെ കുറിച്ചാ ഇപ്പോഴും ചോദ്യം. നിങ്ങൾ ഉയർത്തി കാണിച്ച സാദുൽ മആദിൽ നിങ്ങൾ വായിച്ച ഇബാറത്ത് നിസ്കാരത്തിന്റെ ശേഷം ഇമാം തിരിഞ്ഞിരുന്ന് മഅ്മൂമുകളുമായി കൂട്ടപ്രാർത്ഥന നടത്തുന്നതിനെ സംബന്ധിച്ചാണെന്ന് ആ കിതാബിൽ നിന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധ്യമാണോ? ഇപ്പോഴും ആവർത്തിക്കുന്നു, ഇപ്പോഴും ആവർത്തിച്ച് മറുപടി പറയുന്നു. സാധ്യമാണ്, സാധ്യമാണ്, സാധ്യമാണ്. ആവർത്തിച്ച് മറുപടി പറയുന്നു. മൗലവി എന്റെ മുമ്പിൽ വന്നിട്ട് കിതാബ് പരിശോധിക്കാൻ തയ്യാറുണ്ടോ? ആവർത്തിച്ച് വെല്ലുവിളിക്കുന്നു. മൗലവിയുടെ വഞ്ചന, മൗലവിയുടെ വഞ്ചന. അത് ആൺകുട്ടികളെ മുന്നിൽ നടക്കൂല, മുജാഹിദുകളെ മുന്നിൽ നടക്കൂ. ആൺകുട്ടികളെ മുന്നിൽ നടക്കൂല. പരിശോധിക്കാൻ തയ്യാറുണ്ടോ? കിതാബ് വെച്ച് പരിശോധിക്കാൻ തയ്യാറുണ്ടോ? ഞാൻ വീണ്ടും വീണ്ടും വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് സാധ്യമാണോ? നിങ്ങൾക്ക് ആ കിതാബ് വെച്ചിട്ട് എന്റെ മുമ്പിൽ വെച്ച് അർത്ഥം വെച്ച് ഒന്ന് പറയാൻ സാധ്യമാണോ? ഇബ്നുൽ ഖയ്യിം സാദുൽ മആദിൽ പറഞ്ഞത് നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചാണ് നാം പറയും. ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു തന്നു. നിസ്കാരത്തിലെ സർവ്വ പ്രാർത്ഥനകളും ഏകവചനം കൊണ്ടുള്ള പ്രാർത്ഥനകളാണ് എന്നാണ് ഇബ്നുൽ ഖയ്യിം പറഞ്ഞത്. അത് മൂടി വെച്ചിട്ട് മൗലവി ജനങ്ങളോട് പറയാണ്, ഇബ്നുൽ ഖയ്യിം ആ വാചകം ഉദ്ധരിക്കുന്നത് നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചല്ലേ നാ മൗലവി ചോദിക്കുന്നത്. അത് നിങ്ങൾ കേട്ടതിന്റെ ശേഷം നിങ്ങൾക്ക് ഞാനൊരു രസം കേൾപ്പിച്ചിരുന്നു. ഇബ്നുൽ ഖയ്യിം ആ വാചകം ഉദ്ധരിക്കുന്നത് നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചല്ലേ? അല്ല, ആണെങ്കിൽ മൗലവി കുടുങ്ങാൻ പോവുകയാണ്. കാരണം ഇബ്നുൽ ഖയ്യിം ഉദ്ധരിച്ച നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചാണെങ്കിൽ മൗലവി നിങ്ങൾ എങ്ങനെ ദ്വാരക്കേണ്ടി വരിക? റബ്ബി ഫിർലി എന്ന് പറയാൻ പറ്റുമോ?
റബ്ബിർഹംനി എന്ന് പറയാൻ പറ്റുമോ? വർസുഖ്നി എന്ന് പറയാൻ പറ്റുമോ? വഹ്ദിനി എന്ന് പറയാൻ പറ്റുമോ? വആഫിനി എന്ന് പറയാൻ പറ്റുമോ? അല്ലാഹുമ്മ ബഅദ് ബൈനി വ ബൈന ഖതായ എന്ന് പറയാൻ പറ്റുമോ? അല്ലാഹുമ്മ ഗ്ഫിർ ലീ മാ ഖദ്ദംതു എന്ന് പറയാൻ പറ്റുമോ? നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചാണ് ഏകവചനം കൊണ്ട് ഇമാമ് പ്രാർത്ഥിച്ചാൽ വഞ്ചിച്ചു എന്ന് പറഞ്ഞതെങ്കിൽ മൗലവി നിങ്ങളെ കൊണ്ട് എത്തയിടിക്കലല്ലേ? നിസ്കാരത്തിൽ തന്നെ നിങ്ങളെ കൊണ്ട് കൂട്ടുപ്രാർത്ഥന നടത്തിക്കാനുള്ള ഏർപ്പാടായില്ലേ? അപ്പൊ നിങ്ങൾ അല്ലാഹുമ്മ ഗ്ഫിർ ലനാ മാ ഖദ്ദംനാ എന്നാക്കി മാറ്റണ്ടേ? നിങ്ങൾ റബ്ബി ഗ്ഫിർ ലനാ എന്ന് അതാ ഇരുത്തത്തിൽ പറയണ്ടേ? മൗലവി നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചാണ് ഇബ്നുൽ ഖയ്യിം പറഞ്ഞതെന്ന് നിങ്ങളെ വാദപ്രകാരം കുടുങ്ങുന്നത് നിങ്ങളല്ലേ? വഞ്ചന നടത്തുന്നത് നിങ്ങളാണെന്ന് ലോകത്തിന് മനസ്സിലാവുകയല്ലേ? എന്നാൽ നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചാണ് എന്നുള്ള വാദാരത അയാള്. എന്നിട്ട് അയാളെന്താ പറയുന്നത്? പേരോട് റബ്ബി ഫിർ ലനാ എന്ന് പറയും, റബ്ബി ഫിർ ലി എന്ന് പറയാൻ പറ്റൂല. അതൊന്ന് കേട്ടോ നിങ്ങൾ. നിങ്ങളല്ലേ വഞ്ചന നടത്തുന്നത്. ആ കിതാബിൽ പറഞ്ഞതുപോലെയാണെങ്കിൽ ആ കിതാബിൽ പറഞ്ഞ കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പേരോട് വഞ്ചകനല്ലേ? നിങ്ങൾ ഈ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുമ്പോ അല്ലെങ്കിൽ കുറ്റ്യാടിയിലെ നിങ്ങളുടെ ആ ഗൈനക്കോളജിക്കൽ കറാമത്ത് കേന്ദ്രത്തിന്റെ പള്ളിയിൽ നിങ്ങൾ ഇമാമത്ത് നിൽക്കുമ്പോ മൂത്രക്കല്ല് ശൂന് തെറിപ്പിക്കുന്ന കറാമത്തുള്ള നിങ്ങളുടെ കേന്ദ്രത്തിന്റെ പള്ളിയിൽ മൂത്രക്കല്ല് മണിക്കൂറുകൾ കൊണ്ട് തെറിച്ചുപോയ എത്രയോ ആളുകൾ എഴുതിയ കത്ത്, ടെലിഫോൺ നമ്പറും അഡ്രസ്സും സഹിതം നമ്മൾ ഫയലിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ ഈ പ്രസവിക്കപ്പെടാത്ത എത്രയോ സ്ത്രീകൾ 10, 15, 20 കൊല്ലായിട്ട് എത്രയോ സ്ത്രീകൾ സിറാജിലേക്ക് നേർച്ചയാക്കിയിട്ട് അവർ ഗർഭിണികളായി പ്രസവിച്ചത് നമ്മൾക്ക് എഴുതിയ കത്തുകൾ ഫയലിൽ നമ്മുടെ അഡ്രസ്സും ടെലിഫോൺ നമ്പറുള്ള കത്തുകളും ഫോട്ടോ സഹിതം വരെ നമ്മളെ CD തന്നെ നമ്മൾ കാണിക്കുകയും കൂടി ചെയ്തിരുന്നു. അങ്ങനെ കുട്ടികളെ കിട്ടിയ ആളുകളെ അതൊക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷെ ആരും ഞങ്ങൾക്ക് എഴുതിയിട്ടില്ലട്ടോ സൂന്ന് പറഞ്ഞ് തീർച്ചു, മൂത്രക്കല്ല് സൂന്ന് പറഞ്ഞ് തീർച്ചു എന്ന് ആരും എഴുതിയിട്ടില്ല. ഈ മൗലവിന്റെ വാദപ്രകാരം അയാൾ സത്യം പറയുന്ന ആളാണ്. അപ്പൊ മൂത്രക്കല്ല് തെറിക്കുമ്പോ സൂ എന്ന ശബ്ദം കേൾക്കണമെങ്കിൽ അതാര് മൂത്രയ്ക്കുമ്പോൾ തെറിച്ചതായിരിക്കണം. അല്ലെങ്കിൽ മൗലവി അപ്പറഞ്ഞതും ഒരു കളവാണെന്ന് വന്നാൽ കളവിന്റെ ലീച്ചിൽ ഒരു പട്ടികയിൽ ഒന്നും കൂടി കൂടും കേട്ടോ. ഗർഭമില്ലാത്ത പെണ്ണുങ്ങൾക്ക് നേർച്ചയാക്കിയാൽ ഉടനെ ഗർഭം ധരിക്കുന്ന ആ കേന്ദ്രത്തിലെ പള്ളിയില്ലേ, ആ പള്ളിയിൽ നിങ്ങൾ ഇമാമത്തൊന്ന് നിസ്കരിക്കുമ്പോ നിങ്ങൾ ഒറ്റക്ക് എത്ര വാചകം പ്രാർത്ഥിക്കുന്നുണ്ട്? 2 സുജൂദിന്റെ ഇടയിൽ റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വഹ്ദിനി വർസുഖ്നി എന്നൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കാറില്ലേ? ഇമാമ് നിന്നിട്ട് നിങ്ങൾ മുന്നിലുള്ള മഅ്മൂമീങ്ങളുടെ മുമ്പിൽ ഇമാമായി നിന്ന് കൊടുത്തിട്ട് നിങ്ങൾ സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വഞ്ചകനല്ലേ? നിങ്ങൾ അത്തഹിയാത്ത് ചൊല്ലുമ്പോ അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു എന്ന് പറയാറില്ലേ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി എന്ന് മഅ്മൂമീങ്ങളെ പറ്റിച്ചിട്ട് നിങ്ങൾ ഒറ്റക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് വഞ്ചന നടത്താറില്ലേ? ആ ഉദ്ധരണിയിൽ പറയുന്നത് നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചാണെന്ന് പറഞ്ഞത് മൗലവിയല്ലേ? അപ്പൊ മൗലവി അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു റബ്ബി ഗ്ഫിർലി എന്ന് പറയുന്നത് വഞ്ചനയാണെന്ന് മൗലവി ഏട്ടയിട്ട് സമ്മതിച്ചില്ലേ? വഞ്ചകനാരാ മൗലവി? നിങ്ങളെ വാദപ്രകാരം ആരാ വഞ്ചകനാകുന്നതെന്ന് ഒന്ന് ശരിക്ക് ഇരുന്നെന്ന് ചിന്തിക്കൂ മുജാഹിദേ. ആരാ വഞ്ചകനാകുന്നത്? നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചാണ് വഞ്ചിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇബ്നുൽ ഖയ്യിം വിവരിച്ചതായി പറഞ്ഞതെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? വേണമെങ്കിൽ അതാ അരണയെ പോലെ മറതി സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി കേട്ടോ. നിസ്കാരത്തിന്റെ ഉള്ളിലെ പ്രാർത്ഥനയെ കുറിച്ചാണ് ഇബ്നുൽ ഖയ്യിം പറഞ്ഞതെന്ന്. പറഞ്ഞത് പേരോടല്ലല്ലോ, അത് നിങ്ങളല്ലേ പറഞ്ഞത്. നിങ്ങൾ എന്നല്ലേ അല്ലാഹുമ്മ ഗ്ഫിർലി പറയാറ്. അതുകൊണ്ട് അതൊന്നുകൂടി വെച്ചുകൊടുക്കുമോനെ. ഇബ്നുൽ ഖയ്യിം ആ വാചകം ഉദ്ധരിക്കുന്നത് നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചല്ലേ? നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചല്ലേ? റബ്ബി ഗ്ഫിർലി നിസ്കാരത്തിലല്ലേ? അത് പറഞ്ഞ് നിങ്ങളല്ലേ? അപ്പോൾ വഞ്ചിച്ചത് മൗലവി അല്ലേ? ഓ മൗലവി, ഞാൻ നീട്ടുന്നതെന്ന് നിങ്ങൾ നീട്ടി പറ്റിക്കാനാണോ വിചാരിച്ചത്? പക്ഷേ ഞാൻ നീട്ടുന്ന യാഥാർത്ഥ്യം പഠിപ്പിക്കാനാണ്, നിങ്ങൾ നീട്ടുന്ന കള്ളം പഠിപ്പിക്കാനാണ് കേട്ടോ. മൂപ്പര് പറയുന്നത് ഞങ്ങളും കിതാബ് കണ്ടവരാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു.
ഞാൻ ഇങ്ങനെ കിതാബ് പൊക്കി പിടിക്കുമ്പോ മൂപ്പരും കാണാറുണ്ട്. അതൊന്ന് വെച്ചു കൊടുക്കുവാനെ. കിതാബ് ഞങ്ങളും കണ്ടവരാണ് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. പക്ഷേ കിതാബിൽ നിന്ന് ഒന്നും മനസ്സിലായിട്ടില്ല. കിതാബ് വായിക്കാൻ അറബിയൊട്ട് അറിയുകയുമില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാകണോ? വാജ്പേയിയെ സംബന്ധിച്ചൊരു റിപ്പോർട്ട് ഒരു അറബി പത്രത്തിൽ വന്നപ്പോ അത് വാജ്പേയിന്റെ മൗലിദാണെന്നല്ലേ പോലെ മനസ്സിലാക്കിയത്. മൂപ്പര തിരിവാടല്ലേ, കിതാബ് മനസ്സിലാകുന്ന ഒരു കോലമല്ലേ. എന്നിട്ട് വായിച്ചതോ അത് വായിച്ച് നമ്മൾ കേട്ടതല്ലേ എന്ന് വെച്ചു കൊടുത്തേ. هذا الرجل لازم الله من شخصية عظيمة ونحن مهارته في ميدان السفارة والإدارة. ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ, ഈ ഇബ്നുൽ ഖയ്യിമിന്റെ ഉദ്ധരണി ഉണ്ടല്ലോ, ആ ഇബ്നുൽ ഖയ്യിമിന്റെ ഉദ്ധരണി മൗലവി ദുർവ്യാഖ്യാനം ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് അവിടെ പറയുന്നു, മഅ്മൂമീങ്ങൾ കൂടി ആമീൻ പറയൽ ആവശ്യമായ കുനൂത്ത് പോലെയുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോ സ്വന്തം കാര്യം മാത്രം ഇമാം പ്രാർത്ഥിച്ചാ പോരാ. നാസിലത്തിന്റെ കുനൂത്താണെങ്കിലും ഇനി വിത്തറിന്റെ കുനൂത്താണെങ്കിലും ഏത് കുനൂത്താണെങ്കിലും അത് വേറെ വിഷയമാണ്. അങ്ങനെ മഅ്മൂമീങ്ങളെ കൂടി പങ്കെടുപ്പിക്കൽ, അവരുകൂടി പങ്കുചേരൽ ആവശ്യമായ അത്തരത്തിലുള്ള പ്രാർത്ഥനകളിൽ സ്വന്തത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നത് വഞ്ചനയാണ്. ഖുനൂത്തിലെ പ്രാർത്ഥന പോലെ വനഹ്വിഹി, അത് പോലോത്ത പ്രാർത്ഥന പോലെയും, ഖുനൂത്ത് പോലോത്ത പ്രാർത്ഥന പോലെയും. എന്താണ് ഈ പോലോത്തത് എന്ന് ആദ്യം മൂപ്പര് വിവരിച്ചിട്ടുണ്ട്. എന്താ വിവരിച്ചത്? അത് ഇമാമ് ദുആ ചെയ്യുമ്പോ സ്വന്തം ശരീരത്തിന് വേണ്ടിയും മഅ്മൂമിങ്ങൾക്ക് വേണ്ടിയും നടത്തുന്ന പ്രാർത്ഥന. അതിൽ മഅ്മൂമിങ്ങൾ ആമീൻ പറയുകയും ചെയ്യും, വയസ്തരിക്കൂന, അവര് കൂറുകൂടുകയും ചെയ്യും. അങ്ങനത്തെ പ്രാർത്ഥന ഇങ്ങനെയാണുള്ളത്. അപ്പൊ ഈ പ്രാർത്ഥനകളെ സംബന്ധിച്ചാണ് എന്നറിയിക്കുന്ന ഉദ്ധരണിയാണ് ഇബ്നുൽ ഖയ്യിമിന്റേത്. അതിന് മൂപ്പരെന്ത് ചെയ്തു എന്നറിയോ? ഖുനൂത്ത് പോലെയുള്ള പ്രാർത്ഥനകളിൽ പ്രാർത്ഥനകളിൽ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ പറയേണ്ടതെന്നറിയോ മൗലവി? അറബി അറിയെങ്കിൽ കനഹ്വി ദുആഇൽ ഖുനൂതി എന്നാ പറയേണ്ടി. കദുആഇൽ ഖുനൂതി വനഹ്വിഹി എന്നല്ല. കനഹ്വി ദുആഇൽ ഖുനൂതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ അർത്ഥം പോലെയാവും. ഖുനൂത്തിന്റെ ദുആ പോലോത്തതിൽ നിന്നാവും. മനസ്സിലായില്ലേ? നേരെ മറിച്ച് പറഞ്ഞേണ്ടാണ് കദുആഇൽ ഖുനൂതി വനഹ്വിഹി, ഖുനൂത്തിന്റെ ദുആ പോലെയും വനഹ്വിഹി, ഖുനൂത്ത് പോലോത്തതിന്റെ ദുആ പോലെയും. മനസ്സിലായോ? അപ്പൊ അറബി പഠിക്കണം, കിതാബ് കണ്ടാ പോരാ, കിതാബ് ഓതി പഠിക്കണം. കാരണം ഈ മൗലവി കുടുങ്ങുന്നത് കാണുന്നില്ലേ നിങ്ങൾ? കിതാബ് കണ്ടവരാ, കണ്ടിട്ട് കാര്യമുണ്ടോ? അപ്പോ ഖുനൂത്തിലെ ദുആ പോലെ വനഹ്വിഹി, ആ ഖുനൂത്ത് പോലോത്തതിന്റെ ദുആ പോലെയും. അത് ഈ നിസ്കാരത്തിൽ എന്നല്ല, ഖുനൂത്തിന്റെ പ്രാർത്ഥന. അതിന്റെ പ്രത്യേകത ഇമാമും മഅ്മൂമും കൂറായിട്ട് നടത്തുന്ന പ്രാർത്ഥന. അത് നിസ്കാരത്തിലുള്ളത് ഖുനൂത്ത്, നിസ്കാരത്തിന്റെ പുറത്തുള്ളത് നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആ. അല്ലെങ്കിൽ മൗലവി ഒരു കാര്യം ചെയ്യട്ടെ, വനഹ്വിഹി എന്ന് പറഞ്ഞില്ലേ, അപ്പൊ വേറൊരു ദുആ വേണ്ടേ? എന്നാ നിങ്ങൾ കൊണ്ടുവാ നിസ്കാരത്തിൽ ഖുനൂത്ത് അല്ലാത്ത വേറൊരു ദുആ ബഹുവചനം കൊണ്ട് നടത്തേണ്ടത് കൊണ്ടുവാ. ഖിറാഅത്തിനെ സംബന്ധിച്ചല്ല ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നൊന്നും ഓതണ്ട, അത് ഖിറാഅത്ത. ഖിറാഅത്തുൽ ഫാത്തിഹ നിർബന്ധം, ദുആഉൽ ഫാത്തിഹത്തല്ല. ശരി, അതും കൊണ്ട് വിവരക്കേടുമെന്ന് പറയണ്ട. അപ്പോ അല്ലെങ്കിൽ അതുകൊണ്ട് വഞ്ചന മാത്രം വെക്കാൻ മാത്രമാകുക. അത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം ഓതിയില്ലെങ്കിൽ അതിന്റെ വെറും വഞ്ചന മാത്രമല്ല. മനസ്സിലായില്ലേ? അപ്പൊ ശരിക്ക് മൗലവി പറയണം, വേറെ ഒരു പ്രാർത്ഥന നിസ്കാരത്തിൽ ഉണ്ടെങ്കിൽ വനഹ്വി എന്നൊരു വേറൊന്നുണ്ടെങ്കിൽ പറ. നിങ്ങൾ ഇബ്നുൽ ഖയ്യിം പറഞ്ഞ വേറെ ഇല്ല, ഞാനല്ല. അതുകൊണ്ട് ഉണ്ടെങ്കിൽ ഇബ്നുൽ ഖയ്യിമിന്റെ മഖ്ബറയിൽ പോയി പറ. വേറൊന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ കള്ളത്തരാണ്. ഞങ്ങൾ ഇബ്നുൽ ഖയ്യിമിന്റെ ഗ്രന്ഥം നോക്കിയിട്ടാ പറയും. ഇനി മൂപ്പര് ഉദാഹരണ സഹിതം പറയുന്നുണ്ട്. ഉദാഹരണ സഹിതം പറഞ്ഞ് മൂപ്പര് കുടുങ്ങാണ്. ആസിലത്തിന്റെ കുനൂത്ത് അല്ലേ, വിത്തറിലെ കുനൂത്ത്, ആ രണ്ടും കുനൂത്തി തന്നെയല്ലേ? രണ്ടും കുനൂത്തി തന്നെയല്ലേ? മൂപ്പരൊട്ടാകെ തെരഞ്ഞു നോക്കി കുനൂത്തല്ലാത്തൊരു നോക്കുമ്പോ കുനൂത്തുമല്ലാണ്ട് വേറെ ഒന്നും പോയി വീഴുന്നില്ല. നിസ്കാരത്തിലെ പരിശോധിച്ച് നോക്കുമ്പോഴേ
ആ മൂപ്പര് ഇരുട്ട് തപ്പുന്നു കണ്ടോളിക്ക. ഉദാഹരണത്തിന് ഒരാൾ നിസ്കാരത്തിൽ കുനൂത്ത് ഓതുന്നു, ഇത്തറിൽ കുനൂത്ത് ഓതുകയാണെന്ന് സങ്കല്പിച്ചോ. അതല്ലെങ്കിൽ ഒരു മുസ്ലിമീങ്ങൾക്ക് ഒരു പൊതു ഇബത്തുണ്ടായപ്പോ രാഷ്ട്രത്തിന്റെ ഖാദി എന്ന് ഓർഡർ പുറപ്പെടുവിച്ചു, എല്ലാവരും ഇബത്തിനെതിരെയുള്ള നാസിലത്തിന്റെ കുനൂത്ത് ഓതണം എന്ന് പറഞ്ഞപ്പോ ഇമാം കൈ ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്, നീ ഹിദായത്തിലാക്കിയവരെ പോലെ നീ എന്നെയും ഹിദായത്തിലാക്കണേ എന്ന് സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് മഅ്മൂമിങ്ങളെ കൊണ്ട് ആമീൻ പറയിപ്പിക്കുന്നുവെങ്കിൽ സ്വന്തം കാര്യം പ്രാർത്ഥിച്ചിട്ട് മഅ്മൂമിനെ വഞ്ചിച്ചവനല്ലേ? അതിനെക്കുറിച്ചാണ് ഇബ്നുൽ ഖയ്യിം സാദുൽ മആദിൽ പറഞ്ഞത്. അതിനെക്കുറിച്ചാണെങ്കിൽ മൗലവി കദുആയിൽ ഖുനൂതി എന്നല്ലാതെ വനഹ്വിഹി എന്ന് സാദുൽ മആദിൽ ഇബ്നുൽ ഖയ്യിം എന്തിന് പറഞ്ഞു മൗലവി? വനഹ്വി എന്ന് അതിന്റെ കൂടെ കദുആയിൽ ഖുനൂതി വനഹ്വിഹി എന്ന് ഇബ്നുൽ ഖയ്യിം പറഞ്ഞ വാചകം ഉള്ള കാലത്തോളം മൗലവി ഈ കൊടുക്കും നിങ്ങൾ രക്ഷപ്പെടൂല കേട്ടോ. വനഹ്വി എന്ന് എന്തിനു പറഞ്ഞു? സഹോദരന്മാരെ, നിങ്ങൾ കേൾപ്പിച്ചു, കൂട്ടുപ്രാർത്ഥന നടത്തുന്നത് വ്യഭിചാരത്തെക്കാൾ വലിയ തെറ്റാണെന്ന് പള്ളിയിലെ മിമ്പറിൽ വെച്ച് മൗലവി പ്രസംഗിക്കുന്നത് ഞാൻ കേൾപ്പിച്ചു. ആ കൂട്ടുപ്രാർത്ഥനയെ സംബന്ധിച്ച് ഈ നാദാപുരത്ത് ഹുസൈൻ സലഫി വന്ന് നമ്മുടെ പള്ളികളിലൊക്കെ നിസ്കാരശേഷം കൂട്ടുപ്രാർത്ഥന നടക്കുമ്പോ അതിനെ വിമർശിച്ച് വ്യഭിചാരത്തെക്കാൾ വലിയ തെറ്റാണ് സുന്നികൾ ചെയ്യുന്നത് എന്ന് പറയുന്ന അവരുടെ ആശയം മറ്റൊരു ഭാഷയിൽ അദ്ദേഹം ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ സാദുൽ മആദ് എന്ന ഗ്രന്ഥം ഉദ്ധരിച്ച് ഞാൻ അദ്ദേഹവുമായി നടത്തിയ ഖണ്ഡനത്തിന്റെ ചില ഭാഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. എല്ലാ മുജാഹിദീങ്ങളോടും പറയും, നിങ്ങൾ വെറുതെ ആഖിറത്തിലെത്തിയിട്ട് കൊടുങ്ങണ്ട. ഇവര് സലഫികള് നുണ പറയൽ മത്സരം നടത്തി നമ്മൾ കാണിച്ചല്ലേ, എന്നിട്ട് സഹാബികൾ നുണ പറഞ്ഞിരുന്നു എന്നല്ലേ ഒരു മൗലവി പറഞ്ഞത്. അപ്പൊ നുണ പറയുന്നതിന് കുഴപ്പമില്ല, മത്സരം നടത്തിയിട്ട് 6 റക്സോണ സോപ്പല്ലേ സമ്മാനം കൊടുത്ത്. അങ്ങനെ നുണ പറയൽ മത്സരം നടത്തി നുണയിലായി ജീവിച്ചു നുണയിലായി മരിക്കുന്ന ഈ കമ്പനിയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, യകൂനു ഫീ ആഖിരിസ് സമാനി ദജ്ജാലൂന കദാബൂൻ. യകൂനു ഫീ ആഖിരിസ് സമാനി ദജ്ജാലൂന കദാബൂൻ. ആഖിർ സമാനിൽ കുറെ ദജ്ജാലുകൾ വരും, കബളിപ്പിക്കുന്നവർ വരും. കദാബൂൻ, ധാരാളം കളവ് പറയുന്ന കുറെ ആളുകൾ വരും. അങ്ങനെ കുറെ ഉണ്ട്, ഒന്നും രണ്ടൊന്നല്ല. ഇപ്പൊ ഈ അടുത്ത് ഞാൻ ഒരു കക്കാട് ഇറങ്ങി, ഒരു കക്കാട്. അയാൾ എത്ര കളവാ പറയുന്നത്, എന്നിട്ട് അയാൾ പറഞ്ഞ കളവ് ഇവിടെ കൊണ്ടുവന്ന് കാണിക്കുക. വരണം നിങ്ങള് ഇനിയും വരണോ, എന്റെ കളവ് ഇങ്ങനെ പറയണോ? അപ്പൊ നമ്മളെ ആലിയസനെ പോലത്തെ പോലെ പറയും 30 നിസ്കരിക്കാൻ, സന്തോഷത്തോടെ കൊണ്ടുവന്നും പറയും താല്പര്യമില്ല. അങ്ങനെ വരൂ, അതിനുള്ള പരിപാടി തന്നെ നമ്മൾ തുടങ്ങിയത്. അത് നല്ല ഗംഭീരായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെ വരും, ഖിയാമത്ത് നാൾ വരെ പോകും. യകൂനു ഫീ ആഖിരിസ് സമാനി ദജ്ജാലൂന കദാബൂന. കബളിപ്പിക്കുന്ന കുറെ ആളുകള്, കള്ളം പറയുന്ന കുറെ ആളുകള് ഖിയാമത്ത് നാളാകുമ്പോൾ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, യഅതൂനകും മിനൽ ഹദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. നിങ്ങളും നിങ്ങളുടെ ഉപ്പാപ്പമാരും കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങളും കൊണ്ടുവരും. അള്ളാഹ്ക്ക് കയ്യും കാലും ഉണ്ട് എന്ന് നാദാപുരത്ത് ഉപ്പാപ്പാര് കേട്ടിരുന്നോ? മുൻഗാമികൾ കേട്ടിരുന്നോ? അള്ളാഹ് കയറി ഇറങ്ങുകയും ചെയ്യുന്നു കേട്ടിരുന്നോ? അള്ളാഹു തല കസേരയിൽ ഇരിക്കുന്നു എന്ന് കേട്ടിരുന്നോ? ഞാനതൊക്കെ വിശദമായ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മുസ്ലിമീങ്ങൾ കേൾക്കണം. അങ്ങനെ നിങ്ങൾ ഉപ്പാപ്പമാര് കേൾക്കാത്തതും കൊണ്ടുവരും. യകൂനു ഫീ ആഖിരിസ് സമാനി ദജ്ജാലൂന കദാബൂന യഅതൂനകും മിനൽ ഹദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. ഇയ്യാകും വയ്യാഹും. അവരെ നിങ്ങൾ ശ്രദ്ധിക്കണേ, അവരെ നിങ്ങൾ സൂക്ഷിക്കണേ, അവരെ നിങ്ങളെ പഴപ്പിക്കല്ലേ, അവരെ നിങ്ങളെ ഫിത്നയാക്കല്ലേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസ്താവന അത് റസൂലുള്ള മുൻകൂട്ടി പറഞ്ഞതുകൊണ്ടല്ലേ അള്ളാന്റെ റസൂലിനോട് നിങ്ങൾക്ക് വിരോധമുണ്ടായത്? അതുകൊണ്ടല്ലേ റസൂലുള്ളാന്റെ ജാറത്തിനെതിരെ നിങ്ങൾ സംസാരിക്കുന്നത്?
അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നവരെ നിങ്ങൾ കുറ്റം പറയുന്നത്? നാരിയത്ത് സ്വലാത്ത് നരകത്തിലേക്കാണെന്ന് പറഞ്ഞത് അതൊക്കെ ഞാൻ വിശദമായ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒറ്റ ആയത്തും കൂടി കേൾപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാഹ് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനീങ്ങളെ, ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ, ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ, നിങ്ങളടുക്കൽ വന്നാൽ, ഒരു ഫാസിഖ് വന്നാൽ, കുറ്റക്കാരൻ വന്നാൽ, തെറ്റുകാരൻ വന്നാൽ, തമ്മാടി വന്നാൽ, ബിനബഇൻ ഒരു റിപ്പോർട്ടുമായി വന്നാൽ, ഫതബയ്യനൂ അതിന്റെ ശരി എന്താണെന്ന് നിങ്ങളൊന്ന് അതിന്റെ വിവരണം തേടണേ, അതിന്റെ സാക്ഷിയെ ഹാജരാക്കണേ, സാക്ഷിയെ ചോദിക്കണേ. ഞാൻ ചോദിച്ചില്ലേ അലിയസനോട്, ബഹുമാനപ്പെട്ട കീയന ഉസ്താദിനെ മരിക്കുന്നത് വരെ ഞാൻ കുറ്റം പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞു. അതിന് നിങ്ങൾക്ക് അതാ കൊണ്ടുവന്ന് ഹാജരാക്കാൻ ഒരു കേസറ്റ് ഉണ്ടോ, CD ഉണ്ടോ, എഴുതിയതുണ്ടോ? പച്ചക്കള്ളം നിങ്ങൾ പറഞ്ഞില്ലേ? എന്നെ നാദാപുരത്ത് അടിച്ചോടിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അടിച്ച വ്യക്തിയുടെ പേര് പറയാമോ എന്ന് ഞാൻ ചോദിച്ചില്ലേ? ഓടിച്ചവന്റെ പേര് പറയാമോ എന്ന് ചോദിച്ചില്ലേ? ചോദിക്കട്ടെ, പരിശുദ്ധ ഖുർആനിൽ ഇല്ലാത്ത ആയത്തുണ്ടെന്ന് അലിയസനെ കൊണ്ട് സെലഫി പറയിച്ചില്ലേ? അങ്ങനെ ആയത്തുണ്ടെങ്കിലേ ആയത്തൊന്ന് കാണിച്ചു തരാമോ എന്ന് ഞാൻ ചോദിച്ചില്ലേ? സെലഫിയോടും ഇതുപോലെ തന്നെ ഞാൻ ചോദിച്ചതല്ലേ? പച്ചക്കള്ളം പറയുകയല്ലേ നിങ്ങൾ മുഴുവനും? മൗലൈമാരും കള്ളം പറയുന്നു, മൗലൈമാരെ സ്വീകരിച്ച മുജാഹിദുകളും കള്ളം പറയുന്നു. ഈ കള്ള സീഡികളുമായി, കള്ള കാസറ്റുകളുമായി മുസ്ലിമീങ്ങളെ നിങ്ങളെ സമീപിക്കുമ്പോ നിങ്ങൾ അപ്പോൾ പറയണം, നിങ്ങളെ കളവിങ് കയറ്റണ്ട, നിങ്ങളെ കളവിങ്ങോട്ട് കൊണ്ടുവരണ്ട, കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് ഈ മൗലൈമാരുടെ സീഡി വലിച്ചെറിയാൻ ഈമാനുള്ള മുസ്ലിമീങ്ങളെ തയ്യാറാകണം. ഇവര് കള്ളം പറയുമ്പോ സംശയിക്കുകയല്ല വേണ്ടത്, അതിന്റെ തെളിവാണ് ചോദിക്കേണ്ടത്. ഇനിയെങ്ങാനും മുജാഹിദ് പേരോട് കള്ളം പറഞ്ഞു എന്നും പറഞ്ഞിട്ട് അതാ സെലഫിയുടെ വേലയും അതുപോലെ അലിയസന്റെ വേലിയും കൊണ്ടുവന്നാൽ, ഓ സുന്നി പ്രവർത്തകരെ, ഈ സെലഫിയ നാദാപുരം ടൗണിൽ നിന്ന് അതാ ചീത്തയും തെറിയും പറഞ്ഞതിനാൽ ടൗണിൽ നിന്ന് നാദാപുരത്തുകാര് അതാ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് വലിച്ചെറിഞ്ഞതുപോലെ, ചവറ്റുകൊട്ടയിലേക്ക് ചേറ്റുകെട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞതുപോലെ സീഡിയും കൊണ്ട് വരുമ്പോ വലിച്ചേറി കൊടുക്കാൻ മുസ്ലിമീങ്ങൾ തയ്യാറാകണം. അല്ലാഹ് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ, നിങ്ങൾ അതിന്റെ വിവരണം തേടണേ, സാക്ഷി ചോദിക്കണേ. അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ, അറിയാതെ നിങ്ങളൊരു വിഭാഗത്തെ സംബന്ധിച്ച് വല്ലതും ചെയ്തു പോയാൽ, വല്ലതും പറഞ്ഞു പോയാൽ അത് വലിയ പ്രശ്നമാണല്ലോ. അത് വരാതിരിക്കാൻ നിങ്ങൾ തെളിവ് ചോദിക്കണേ. ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ, നിങ്ങൾ അറിയാതെ മൗലവിയുടെ വാക്ക് കേട്ട്, ആലിയസന്റെ വാക്ക് കേട്ട്, അതുപോലുള്ളവരുടെ വാക്ക് കേട്ട് നിങ്ങൾ വല്ലതും പ്രവർത്തിച്ചു പോയാൽ പിന്നീട് നിങ്ങൾ ഖേദിച്ചു പോകും കേട്ടോ. സഹോദരന്മാരെ, ഈ ആയത്ത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഏത് കളവ് പറയുന്നവർക്കും ഇത് ബാധകമാണ്. വാസ്തവത്തിൽ ഈ ആയത്ത് ഇറങ്ങിയത് തന്നെ എവിടെയാണെന്ന് നിങ്ങൾ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ബനുൽ മുസ്തലഖ് വിഭാഗത്തോട് സകാത്ത് പിരിക്കാൻ വേണ്ടി അഥവാ ഭരണാധികാരിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്ത് പിരിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞേക്കാറുണ്ട്. അത് കമ്മിറ്റിക്കാർ പിരിക്കുന്നത് തെറ്റാണ്. അത് കമ്മിറ്റി സകാത്തും കൂട്ടപ്രാർത്ഥനയും സെലഫിയുടെ നുണച്ചാക്കുകൾ എന്ന എന്റെ സീഡികളൊന്ന് കേട്ടു നോക്കണം. അതിലത് സെലഫിയുടെ നുണകള് അക്കമിട്ട് ഞാൻ എണ്ണിയിട്ടുണ്ട്. ഇരിക്കട്ടെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണാധികാരിയാണ്. അല്ലാഹുവിന്റെ റസൂല് അതാ വലീദ് ഇബ്നു ഉഖബ അബീ മുഹൈത്തിനെ സകാത്ത് പിരിക്കാൻ വേണ്ടി പറഞ്ഞേച്ചപ്പോ ആ വലീദിന് ബനുൽ മുസ്തലഖ് ഗോത്രക്കാരും തമ്മിൽ ഒരു വൈരാഗ്യം നിലവിലുണ്ടായിരുന്നു. ജാഹിലിയ കാലത്ത് ബനുൽ മുസ്തലഖുകാരും അതുപോലെ വലീദും തമ്മിൽ വിരോധമുണ്ടായിരുന്നു. ആ വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് അതാ ബഹുമാനപ്പെട്ട വലീദ് ഇബ്നു ഉഖബ റളിയല്ലാഹു അൻഹു സംഗതി അവരെന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്നൊരു ധാരണ തന്റെ മനസ്സിൽ വന്നുപോയി. ഇരിക്കട്ടെ, ആ വലീദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞേച്ച വിവരം അറിഞ്ഞപ്പോ ബനുൽ മുസ്തലഖ് ഗോത്രക്കാര് വലീദിനെ സ്വീകരിക്കാൻ വേണ്ടി കാത്തുനിന്നു.
സ്വീകരിക്കാനാ കാത്തു നിന്നത്. വലീദ് റളിയല്ലാഹു അൻഹു അവരെന്നോട് എന്നെ കൊല്ലാൻ കാത്തിരിക്കുകയാണെന്ന് ശൈത്താൻ പറഞ്ഞു കൊടുത്തു. ശൈത്താൻ അങ്ങനെ തോന്നിപ്പിച്ചു കൊടുത്തു. അങ്ങനെ മനസ്സിലാക്കിയിട്ട് ശൈത്താനിന്റെ ആ തോന്നിപ്പിക്കൽ അത് ശരിയാണെന്ന് മനസ്സിലാക്കി വലീദ് മടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്നിട്ട് പറഞ്ഞു, അവരെന്നെ കൊല്ലാൻ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. സകാത്ത് തന്നില്ല എന്നും പറഞ്ഞു. വാസ്തവത്തിൽ വലീദിനെ സ്വീകരിക്കാനായിരുന്നു കാത്തിരുന്നത്. ഇരിക്കട്ടെ സഹോദരന്മാരെ, വലീദ് അത് വന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കക്ഷികളോട് യുദ്ധം ചെയ്യണമെന്ന് മനസ്സിലാക്കുകയും അല്ലാഹുവിന്റെ റസൂൽ വെറുപ്പ് പിടിക്കുകയും ചെയ്തു. അപ്പോഴാണ് സഹോദരന്മാരെ ആ ബനുൽ മുസ്തലഖ് ഗോത്രക്കാർ വന്ന് നബിയോട് പറയുന്നത്, നബിയേ സകാത്ത് വാങ്ങാൻ വേണ്ടി തങ്ങൾ ആളെ പറഞ്ഞയച്ചു എന്ന് കേട്ടിട്ട് ഞങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടിയിരുന്നു, അദ്ദേഹം വന്നില്ല. തങ്ങള് അദ്ദേഹത്തെ ഞങ്ങളോട് വെറുപ്പ് പിടിച്ചിട്ട് തിരിച്ചു വിളിച്ചതാണോ എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ട് പേടിച്ചിട്ട് വന്നതാണ് നബിയേ. തങ്ങൾ ഞങ്ങളോട് കോപിക്കരുത് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വാർത്ത കേട്ടപ്പോ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിനെ ഒരു വലിയ സൈന്യത്തിലായി അങ്ങോട്ട് പറഞ്ഞയച്ചു. എന്നിട്ട് പറഞ്ഞു, ഖാലിദേ നിങ്ങൾ പോയി പെട്ടെന്ന് യുദ്ധം ചെയ്യരുത്, നിങ്ങൾ മറഞ്ഞു നിൽക്കണം. നിങ്ങൾ അവിടെ ചെന്നിട്ട് അവർക്ക് ഈമാൻ ഉണ്ടെന്നും അവർ നിസ്കരിക്കുന്നുണ്ടെന്നും അവർ തഖ്വയിലാണെന്നും ഉള്ളതിന്റെ ലക്ഷണം, അവർ ബാങ്ക് വിളിക്കുന്ന മറ്റുള്ള ലക്ഷണങ്ങളൊക്കെ നിങ്ങൾ അവരിൽ കാണുകയാണെങ്കിൽ യുദ്ധം ചെയ്യാൻ പാടില്ല. അല്ലാത്ത നിലക്കാണെങ്കിൽ നിങ്ങൾ അവരോട് ആ സകാത്തിന്റെ കാര്യങ്ങളും വാങ്ങിയിട്ട് നിങ്ങൾ തിരിച്ചു വരണമെന്ന് ഖാലിദ് റളിയല്ലാഹു അൻഹുവിനോട് ഉപദേശിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ട ഖാലിദ് റളിയല്ലാഹു അൻഹു അവിടെ ചെന്നപ്പോൾ മഗ്രിബിന്റെ ബാങ്കും ഇശാഇന്റെ ബാങ്കും കേട്ടപ്പോൾ അവരൊക്കെ തഖ്വയുള്ള മുഅ്മിനീങ്ങളായി കണ്ടപ്പോൾ സകാത്തും വാങ്ങിയിട്ട് മടങ്ങി വന്നു. ആ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത്. വാസ്തവത്തിൽ ഈ സഹാബി വലിയ മഹാനാണ്. ബഹുമാനപ്പെട്ടവർക്ക് പിശാച് തോന്നിപ്പിച്ചു കൊടുത്തതിൽ തെറ്റിദ്ധരിച്ചതാണ്. ആ തെറ്റിദ്ധാരണ കൊണ്ട് അദ്ദേഹം പറഞ്ഞ ആശയം, പറഞ്ഞ കാര്യങ്ങൾ ശരിയായില്ല. അതുകൊണ്ടാണ് അല്ലാഹു ജല്ല ജലാലുഹു യഥാർത്ഥത്തിൽ ദുരുദ്ദേശപരമായി പറഞ്ഞതല്ലെങ്കിലും പറഞ്ഞ കാര്യം തെറ്റായത് കൊണ്ട് പറഞ്ഞ വാചകമാണ്. ഇൻ ജാഅക്കും ഫാസിഖും ബിനബഇൻ എന്ന വാചകം ഇരിക്കട്ടെ. അപ്പോൾ റബ്ബ് താക്കീത് നൽകിയതാണ്. ഒരാളെ പറ്റിയും നിങ്ങളങ്ങ് കേൾക്കുന്നതനുസരിച്ച് തീരുമാനമെടുത്തേക്കരുത്, കേൾക്കുന്നതനുസരിച്ച് അങ്ങ് പറഞ്ഞേക്കരുത്. അതിന്റെ തെളിവ് ചോദിക്കണേ, കാര്യത്തിന്റെ നിജസ്ഥിതി അറിയണേ. ഇത് ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. സലഫി നാവെടുത്താൽ കളവ് പറയും, അദ്ദേഹം കൊണ്ടുവരുന്ന കള്ളസാക്ഷികളും കളവ് പറയും. അങ്ങനെ കളവ് പറയുന്ന കള്ളസാക്ഷികളെ കൊണ്ടുവന്ന് ഹാജരാക്കിയിട്ടെങ്കിലും നാദാപുരത്തെ ഖണ്ഡനത്തിൽ എനിക്കൊന്ന് യേശുമോ എന്ന ചിന്തയിലാണ് സലഫി. പക്ഷേ സലഫിയോട് ഞാൻ പറയുന്നു, സർവ്വ മുജാഹിദുകളോടും പറയുന്നു, നിങ്ങളുടെ എല്ലാ പല്ലുകളും എല്ലാ നഖങ്ങളും എല്ലാ കൊമ്പുകളും കൊണ്ടുവന്ന് കുത്തിയാൽ അത് മുഴുവനും നാദാപുരത്ത് പൊട്ടിത്തെറിക്കും കേട്ടോ, സംശയം വേണ്ട. നിങ്ങൾ കള്ളസാക്ഷികളെ കൊണ്ടുവന്ന് പേരോട് കളവ് പറഞ്ഞു എന്ന് വരുത്തി തീർക്കാനാ ശ്രമിക്കുന്നത്. കളവ് പറയൽ നിങ്ങളുടെ ഏർപ്പാടാണ്. ഞങ്ങൾ യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ, സത്യം പറയുന്നവരുടെ കൂടെയാകണമെന്ന് അല്ലാഹു ഞങ്ങളെ ഉപദേശിച്ചതാണ്, തഖ്വയുള്ളവരാകണമെന്ന് ഉപദേശിച്ചതാണ്. അർഹമുർ റഹീമീനായ റബ്ബേ, ഹഖ് ഹഖായ നിലക്ക് പറഞ്ഞ് ഹക്കിലേക്ക് ജനങ്ങളെ ക്ഷണിച്ച് ഹക്കിലായി ജീവിപ്പിച്ച് ഹക്കിലായി മരിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളെ പ്രിയം വെക്കുന്നവർക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനേ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും സഹായങ്ങളും സഹകരണങ്ങളും നൽകുന്ന ലക്ഷക്കണക്കായ മുഅ്മിനീങ്ങൾ അർഹമുർ റഹീമീനായ റബ്ബേ, അവരിൽ പലരും ഈ സ്ഥാപനത്തിന് വേണ്ടി, സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി, സിറാജുൽ ഹുദക്ക് വേണ്ടി നേർച്ച ചെയ്തവരുണ്ട്. അവരുടെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റണം റഹ്മാനേ. രോഗികളെ രോഗങ്ങൾ സുഖപ്പെടുത്തണം റഹ്മാനേ. വിഷമങ്ങൾ നീ അകറ്റിക്കൊടുക്കണം റഹ്മാനേ. മക്കളില്ലാത്തവർക്ക് നീ ഖൈറായ മക്കളെ നൽകണം റഹ്മാനേ.